ഒരു ഫലവുമില്ല. നിസ്സാരമായി ചോദിച്ച കാര്യങ്ങൾ പോലും ആർക്കും അറിഞ്ഞു. ഞാനത് ആ വചനങ്ങൾ ഓരോന്നും ബൈബിളിന്റെ പല ഭാഗത്തു നിന്നും ചില വചനങ്ങൾ വായിച്ചിട്ട് ഈ കണക്ക് വചനം ഓർമ്മ വരും. ഞാൻ ഇവിടുത്തെ പേരേതാണ് ജെസ്സി. വചനം ഓർമ്മയുണ്ട്, എവിടെ കിടക്കണമെന്ന് അറിയില്ല. അങ്ങനെ സുഖമാണ്. ചിലപ്പോൾ ബേനെ വിളിച്ചിട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അതിന് യോജിച്ചമായ വചനം സുവിശേഷത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്, പഴയ നിയമത്തിലുണ്ട്, പല സ്ഥലം കിടക്കാണ്. അപ്പൊ സിസ്റ്റർ വിളിച്ച് കുറച്ച് വചനങ്ങൾ ചോദിച്ചു പറഞ്ഞു തന്നു, ബേനെ ചോദിച്ചു പറഞ്ഞു തന്നു, അമ്മേനെ ചോദിച്ചു, അമ്മയ്ക്ക് വചനം അറിയപ്പെടുന്ന അറിയില്ല. അപ്പൊ ഇതുപോലെ മാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിപ്പിക്കാനായിട്ട് ക്രമത്തിലാക്കി റെഡിയാക്കി കൊണ്ടുവന്നതാണ്. ഏകദേശം 1-1.5 മാസം വരെ ഇവിടെ പഠിപ്പിച്ചിട്ട് ചോദിച്ചിട്ട് ആർക്കും ഒന്നും അറിയില്ല. മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ അതിനേക്കാളും ഒരുപക്ഷെ മെസ്സേജാണ് നമ്മൾ എടുക്കാനുള്ളത്. ദൈവം ഒരു വ്യക്തിയിലൂടെ സംസാരിച്ച മെസ്സേജാണ്. അതിനുപരിയായിട്ട് മറ്റെടുത്തുണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് എന്താണെന്ന് എന്തായാലും കുറച്ച് ദിവസം കഴിച്ചിട്ട് എടുക്കാം. വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പം ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ലോകസഭകൾ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നതിന്റെ ശരിയായതാണ് നമ്മൾ എടുക്കുന്നത്. മണവാട്ടി ഒരിക്കലും പീഡയിൽ കടന്നു പോകില്ല, എന്നാൽ പോകും എന്ന് പഠിപ്പിക്കുന്ന അനേകം പേരുണ്ട്. ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ജോസഫിന്റെ കാര്യമാണ്. ജോസഫ് യേശുക്രിസ്തുവിന് മുൻകുറിയാണ്. ആ മിസ്രയീം എന്ന രാജ്യത്ത് ഉപദ്രവം, അതായത് പട്ടിണിയാൽ, ദാരിദ്ര്യത്താൽ ജനങ്ങൾ മരിക്കുന്ന സമയത്തിന് മുമ്പായിട്ട് ജോസഫ് വിവാഹം കഴിഞ്ഞു. അതാണ് മഹോദ്രവം. പട്ടിണി, വെള്ളം കിട്ടാനില്ല, മിസ്രയീമിൽ മുഴുവൻ ദാരിദ്ര്യം. ആ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് തന്നെ യോസേഫിനാണ് കർത്താവ് ഒരു ദർശനം കൊടുത്തത്. ആഹാരം ശേഖരിച്ച് വെക്കുന്നതിന് ഇത് വിശദീകരിച്ചതും സംസാരിച്ചതും യോസേഫ് തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്, ഈ ആഹാരം മുഴുവൻ ശേഖരിച്ച് വെക്കുന്നതിനുമൊക്കെ. അപ്പം ഉപദ്രവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹോദ്രവം എന്നും പറയുന്ന സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ യോസേഫ് വിവാഹം കഴിച്ചിരുന്നു. അത് മിസ്രയീമിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. ആ മിസ്രയീം പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരെന്നറിയാവോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് മോവാബ് അരാം, ലോത്തിന്റെ മക്കൾ. അപ്പനിൽ നിന്ന് ഗർഭം ധരിച്ച 2 പെൺകുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ. അവിടെ അപ്പനിൽ നിന്ന് ഗർഭം ധരിച്ചതിനാൽ കർത്താവ് അവരെ ശപിക്കുന്നുണ്ട്. എന്റെ ആലയത്തിൽ പോലും ഞാൻ കയറ്റുകയില്ല, തലമുറകൾ 1000 വർഷം സന്ദർശിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ശപിച്ച് കളഞ്ഞ ഒരു തലമുറയിൽ നിന്നാണ് ഈ മിസ്രയീമിലെ പെൺകുട്ടി വരുന്നത്. യേശുക്രിസ്തു ആർക്ക് മുൻകുറി? അല്ല, ജോസഫ് യേശുക്രിസ്തുവിന് മുൻകുറി. അപ്പൊ യേശുക്രിസ്തു തന്റെ ജനത്തിന്റെ ഇടയിലേക്ക് വന്നു. അവർ തള്ളിക്കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു യോഗ്യതയില്ലാത്ത ശപിക്കപ്പെട്ടവരായ നമ്മെ വിവാഹം കഴിക്കാനായി വന്നു. അതാണ് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത മെസ്സേജിൽ ക്രോസ് ആയിട്ട് അനുഗ്രഹിച്ചു. ആ ക്രോസ് ആണ് യഹൂദിന് പോകേണ്ട അനുഗ്രഹം. വലം കൈ ശപിക്കപ്പെട്ട നമ്മുടെ മേൽ വെച്ചപ്പോൾ നമ്മെ മണവാട്ടിയായി കർത്താവ് എടുത്തു. ആ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞത്. അപ്പോൾ മണവാട്ടി ഒരിക്കലും അങ്ങനെ മഹോദരകാലത്ത് കടന്നു പോവുകയില്ല എന്നതിന്റെ മെസ്സേജാണ് നമ്മൾ ഈ വചനം വായിച്ചു നിർത്തിയത്. രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, തിരുവഴുത്തിൽ മുൻചൊന്ന അടയാളങ്ങളാകുന്നു, ജാതികളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ആരുടെ? യഹൂദന്മാരുടെ അല്ല. എന്തുകൊണ്ട്? ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. ഞാൻ പിന്നീട് എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല. ചോദിച്ചാലാണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നത്. ഒന്നുമില്ല, പഠിപ്പിക്കുക. എല്ലാ സഭകളെയും പോലെ ഇങ്ങനെ പറഞ്ഞു പോകാം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കത് വിഷമവും. കാര്യം ഞാൻ പറയുമ്പോൾ നമുക്കറിയാം, മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന് വരുന്നതൊക്കെ അറിയാം. ഒരു കുഞ്ഞ് എങ്ങനെ വളർന്നു വരണമെന്ന് അപ്പനും അമ്മയും വിവാഹത്തിന് മുമ്പേ പ്ലാൻ ഉണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരോട് എന്തെല്ലാം പറഞ്ഞ് എങ്ങനെയെല്ലാം വളർത്തി ഏതെല്ലാം ലെവലിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വഴിതെറ്റി പോകുമ്പോൾ അവസ്ഥ ആലോചിച്ചു. അതുപോലെ വീട്ടിലിരുന്ന് ഇതെല്ലാം തയ്യാറാക്കി ആഴ്ചകളും മാസങ്ങളും തയ്യാറാക്കി ഇവിടെ വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ പലരും ഉറക്കമായിരിക്കും. സന്തോഷമായിട്ട് ഇരിക്കരുത്, ഇത് തുടങ്ങി കഴിയുമ്പോൾ ഉറക്കമായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ മനസ്സിലായി കേട്ട് ഗ്രഹിച്ചിരിക്കും, പിന്നീട് ചോദിക്കുമ്പോൾ അത് അറിഞ്ഞുകൂടെ. അപ്പൊ ഞാൻ എത്ര തീഷ്ണതയോടുകൂടെ ദാഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്തതാണ് ഗ്രഹിക്കാനായിട്ട്. ഒന്നും അറിയാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വിഷമം നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങൾ ആരെങ്കിലും ഇതിനെ പഠിപ്പിച്ചിട്ട് അവരെ വിളിച്ചിട്ട് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ എന്തിനു സമയം ചെലവഴിച്ചു എന്ന് തോന്നില്ല. അത് തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇവിടെ ജാതികളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ യഹൂദന്റെ ദിനങ്ങൾ എണ്ണപ്പെടുന്നത് പിന്നീടാണ്. കർത്താവിന്റെ വരവിന് മുൻപ് ആദ്യം തീരുന്നത് ജാതികളുടെ കാര്യം. നമ്മുടെ സമയം എണ്ണപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം കർത്താവ് വന്നെടുത്ത് അവർ പോയ ശേഷം പിന്നീടാണ് കർത്താവ് വരുന്നത്. എല്ലാ കണ്ണും കുത്തി തുളച്ച് കാണുന്ന ഒരു വരവ്. അത് ശരീരധാരിയായിട്ട് അന്ന് ഭൂമിയിൽ വന്നതുപോലെ വരും.
എന്നാൽ മണവാട്ടി ചേർക്കാൻ വരുന്നത് വാനമേഘത്തിൽ. നിങ്ങൾ നോക്കി നിൽക്കെ ഒരു മേഘം വന്ന് അവൻ മറഞ്ഞു പോയതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് വചനം പറയുന്ന പ്രകാരം വരും. അത് എല്ലാവർക്കും കാണാൻ കഴിയില്ല. തന്റെ ജനം മാത്രം ആരെടുക്കപ്പെടുന്നു അവർക്ക് മാത്രം കാണാൻ കഴിയും. അതാണ് മറുരൂപമല്ല സംഭവിച്ചത്. ക്രിസ്തുവിൽ മരിച്ചിരുന്ന മോശയും ഏലിയാവും അവിടെ വന്നു, അവർക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ 12 പേർ ജീവിച്ചിരുന്നതിൽ 3 പേരാണ് വിശുദ്ധന്മാരായിട്ട് കർത്താവ് നമുക്ക് കാണിച്ചിരുന്നത്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരും യേശുവിനെ കണ്ടു. എങ്ങനെ കണ്ടു? അവര് മുമ്പ് ശിഷ്യന്മാരുടെ കൂടെ അല്ലെങ്കിൽ യേശുവിനോടൊപ്പം നടന്നതുപോലെ അല്ല അവിടെ യേശുവിനെ കണ്ടത്. എങ്ങനെ കണ്ടത്? അവര് തേജസ്സുള്ള വസ്ത്രം ധരിച്ച്. അപ്പൊ സ്വർഗീയനെ പോലെ സ്വർഗീയൻ അവൻ ആരാണ്? താൻ തന്നെ ദൈവം, താൻ തന്നെയാണ് ഈ വീണ്ടെടുപ്പുകാരൻ എന്ന എല്ലാ കാര്യങ്ങളും അവിടെ തുറന്നു കാണിക്കുകയായിരുന്നു. ആര് കണ്ടു? ആരെടുക്കപ്പെടണമോ അവർ മാത്രം കണ്ടു. ബാക്കിയുള്ള ഉറങ്ങുന്ന മണവാട്ടിമാർ അവർ താഴെ ഇരുന്നു, അവരാരും കണ്ടില്ല. അതുപോലെ ഈ സഭയിലും ഇനി പറയുമ്പോഴും എല്ലാവരും നമ്മൾ ആത്മാവ് അങ്ങനെ തന്നെ പറയണം. ആരെ ഒന്നും ഞാൻ വേദനിപ്പിക്കില്ല. ഇനി എന്റെ സംശയം അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴേ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലൊരു വിഷമം തോന്നും, പിന്നെ ഒന്നും ഗ്രഹിക്കില്ല. എന്നല്ലേ പറഞ്ഞത്? മനഃപൂർവ്വം അല്ലേ പറഞ്ഞത്? പിന്നെ പറയുന്ന ഒന്നും ഗ്രഹിക്കാതെ പോകും. അങ്ങനെയും വരാതിരിക്കാനായിട്ട് ഇനി ആരെയും വേദനിപ്പിക്കുന്നില്ല. ഞാനിത് പഠിപ്പിക്കും. കാര്യം എന്താ? ഈ ഞാൻ ഒഴിവാക്കില്ല, എന്തെങ്കിലും പഠിപ്പിക്കും. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും മർമ്മം നിങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊന്ന് ഗ്രഹിക്കുവോ? എങ്കിൽ ഇവിടെ പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമായിരുന്നു. ബൈബിൾ വായിച്ചാൽ ഗ്രഹിക്കുവോ? ഇല്ല. ബൈബിൾ വായിച്ചാൽ ഗ്രഹിക്കുമെങ്കിൽ ഇത്രയും കാലം നമ്മൾ ഈ ബൈബിളല്ലേ എഴുതുന്നത്. പഠിച്ചും ധ്യാനിച്ചും വായിച്ചും മണിക്കൂറുകൾ ചെലവിട്ടിരുന്നിട്ടും യേശുക്രിസ്തു നാമത്തിലുള്ള ജ്ഞാനം പോലും നമുക്ക് മനസ്സിലായില്ലല്ലോ. പിതാപുത്രൻ പരിശുദ്ധ. ഇന്നും നമ്മൾ ഈ സഭയിൽ ഇരിക്കുന്ന ഇന്ന് ഇതിനകത്ത് ഒരുപാട് മർമ്മങ്ങളുണ്ട്. എബ്രായലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 3-4 വാക്യം എന്ന് പറഞ്ഞാൽ മുഴുവൻ ബൈബിളാണ്. എബ്രായലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ ഒരു 4-5 വാക്യം നമ്മളോട് പഠിപ്പിച്ചതാണ്. മുഴുവൻ ബൈബിളും അതിനകത്തുണ്ട്. ഇന്ന് വരെ ഞാൻ ഒരുപാട് സഭകളിൽ പോയിട്ടുണ്ട്, ആരും പഠിപ്പിച്ച് കേട്ടിട്ടില്ല. വില്യം മാരി ബ്രൻഹാമിലൂടെ കർത്താവ് പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ ഇന്ന് വായിക്കുക, ഇതെല്ലാം പഠിപ്പിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? നിങ്ങൾ തന്നെ ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കാൻ കാതോർത്തിരിക്കുക. പാസ്റ്റർ ഇപ്പൊ പറഞ്ഞു തരും, വിശദീകരിച്ചാൽ അത് കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് രാവിലെ ആരും ഇവിടെ വരരുത്. ഇവിടെ വരുന്നത് ആലയത്തിൽ വരണം, ആലയവുമായൊരു ബന്ധം വേണമെന്ന ഇഷ്ടം ദൈവ ഇഷ്ടം. ആ ദൈവ ഇഷ്ടത്തിനാൽ നിങ്ങൾ തലേ ദിവസം മുതലേ ഒരുങ്ങുമ്പോഴേ കർത്താവേ ഇന്ന് അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം. നിങ്ങൾ ആടാണെങ്കിൽ കേൾപ്പിച്ചിരിക്കും, കേട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവർ വിജിലന്റ് ആയിരിക്കും, ഉണർന്നിരിക്കും, അവർ പുറത്തൊന്നും വരില്ല. അപ്പോ ജാതികളുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ജാതികളുടെ കാര്യമാണ് ആദ്യം സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, ചിതറിപ്പോയവരെ നിങ്ങളുടെ സ്വന്തത്തിലേക്ക് മടങ്ങുക. വീണ്ടെടുപ്പിനാൾ അടുത്തിരിക്കുന്നു. മനുഷ്യർ നിർജീവന്മാരാകുന്നു. ഓക്കെ, ആത്മാവിൽ നിറയുക. ഈ മനുഷ്യർ നിർജീവന്മാരാകുന്നു ഇവിടെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു, ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ നിർജീവമാകണം. അതിന്റെ ഉദാഹരണം പറഞ്ഞു. മോശ ആരോഗ്യമുള്ള സമയത്ത് ഇപ്പോൾ വിടുവിക്കാമെന്ന്, അവനാണ് വിടുതൽക്കാരൻ, അവൻ അറിയാമായിരുന്നു. പക്ഷെ 40-ാമത്തെ വയസ്സിൽ ആരോഗ്യമുള്ളപ്പോൾ വിടുവിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. എനിക്കൊന്നും കഴിയില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കൊന്നും ഗ്രഹിക്കുന്നില്ല, കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ബുദ്ധിയെ, എന്റെ ജ്ഞാനത്തെ നിർജീവമാക്കുമെങ്കിൽ മാത്രമേ ഈ എളിമയുടെ സുവിശേഷം ഗ്രഹിക്കുള്ളൂ. നമ്മളുടെ അടുത്താണ് ഇപ്പൊ സഭാകാലത്തിന്റെ 1-ാമത്തെ പുസ്തകം എടുത്തുകൊണ്ടിരിക്കുന്നത്. മുദ്രയിൽ 1-ാമത്തെ പുസ്തകം എടുത്ത് എളിമയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ദൈവം തന്നെ എളിമയിൽ വെളിപ്പെടുത്തുന്നു. എളിമയില്ലാത്ത ഒരൊറ്റ വ്യക്തിയും റാപ്ചറിൽ പോകില്ല. നമുക്ക് സ്നാനപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വഭാവം എന്താണ്, അത് തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നു. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും. നമ്മുടെ സ്വഭാവം മാറിയോ? ഇല്ല. കർത്താവിന്റെ ഭാവം തന്നെ ഉണ്ടാകണമെന്നാണ്. ക്രിസ്തേശുവിന്റെ ഭാവം ഒന്ന് നോക്കും, മുഖത്ത് തുപ്പിയിട്ട് പ്രതികരിച്ചില്ല. നമ്മളാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾക്ക്. അപ്പൊ എളിമയോടെ ഇരിക്കുക, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. നമ്മൾ ഇവിടുത്തെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അതിന്റെ ഞാൻ പിന്നീട് പറഞ്ഞത്. ഇവിടെ മനുഷ്യർ നിർജീവന്മാർ ആകുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവപ്രവൃത്തി ചെയ്യാതെ അവരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇനി രണ്ടാമതോ, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ എനിക്ക് ജീവനില്ലാതാകണം. അതായത് ഞാൻ അശക്തനാണ് കർത്താവേ, പക്ഷെ എന്റെ ബോഡി, എന്റെ ശരീരം ഉടേണ്ട്, അങ്ങ് എവിടെ നിർദ്ദേശിക്കുന്നുവോ ഞാൻ പോകാം. ആരോട് സുവിശേഷം പറയണമോ ഞാൻ പറയാം. എന്നെ അങ്ങ് ഉപയോഗിക്കണേ കർത്താവേ.
എനിക്കറിയില്ല, എവിടെ പോകണം, എന്ത് പറയണം, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് നിർജീവമാകുന്നുവെങ്കിൽ ജീവനുള്ള ദൈവം എന്നിൽ വന്നിട്ട് ഈ ബോഡിയെ അല്ലെങ്കിൽ ഈ നിലവിളക്കിനെ ജീവനുള്ളതാക്കി തീർക്കും. അപ്പോഴാണ് മറ്റുള്ളവർക്ക് അസാധ്യമായി തോന്നുന്നത്. ഇതെങ്ങനെയാണ്? അതെ, നമുക്ക് കഴിയാത്തതിനെ സാധിപ്പാനാണ് കർത്താവായ യേശു ക്രിസ്തു. ആശ്രയിക്കുക എന്നത് മാത്രം. ഓക്കെ, ആത്മാവിൽ നിറയുക, നിങ്ങളുടെ വിളക്ക് വെടിപ്പാക്കി വയ്ക്കുക. രാവിലെ പണ്ടും കത്തിക്കുന്ന വിളക്കല്ല, ശരീരം, എന്റെ ശരീരം, അതാണ് ദൈവത്തിന്റെ ആലയം. ഇന്ന് ദൈവത്തിന്റെ ആലയം എന്താ? എന്റെ മന്ദിരം. കൈപ്പണിയായ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ യാതൊന്നിലും ദൈവം വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് മറ്റൊരു ദർശനമോ പ്രവചനമോ അല്ലെങ്കിൽ ആലയത്തെ കുറിച്ചോ തരുന്നെങ്കിൽ വിചാരിച്ചോണം, അത് ദൈവാത്മാവല്ല. ഈ കാലത്ത് ദൈവം വസിക്കുന്ന ഒരേ ഒരു സ്ഥലം, രണ്ട് സ്ഥലം എന്ന് പറയാം. ഒന്ന് ദൈവത്തിന്റെ വചനത്തിൽ, രണ്ട് വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ. മറ്റൊരു ആലയവും ആലയമായി ദൈവം കണക്കാക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് വെളിപ്പാട് പുസ്തകം 3:8. കർത്താവ് പുറത്ത് നിന്നിട്ട് വാതിൽക്കൽ മുട്ടയാണ്. അപ്പൊ മറ്റൊരു ആലയത്തെയും ദൈവം ദൈവത്തിന്റെ സഭയിൽ എന്ന് പറയില്ല, കാണിച്ചു തരികയുമില്ല, സംസാരിക്കുകയുമില്ല. ദൈവത്തിന്റെ ശരീരം വസിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെന്നും അറിയുന്നില്ല. അപ്പൊ വിളക്ക് വെടിപ്പാക്കുവിൻ എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ. എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്? സമയം തീർന്നിരിക്കുന്നു, ജാതികളുടെ കാലം എണ്ണപ്പെട്ടിരിക്കുന്നു, ജാതികളുടെ സംഖ്യ തികയോളം യെരൂശലേം ജാതികൾ ചവിട്ടിക്കളയും. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സമയം തന്നെയാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ വെടിപ്പാക്കിക്കൊള്ളുക. ഓക്കെ, ഞാൻ പുതിയതിൽ കിടക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്താണ്. ജോസഫ് തന്റെ സഹോദരനായ ബെന്യാമിൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് അവന്റെ ഇളയ സഹോദരനാകുന്നു. ഈ ബെന്യാമിൻ ആരെ കാണിക്കുന്നു? യേശു ക്രിസ്തു ഇവിടെ വന്ന സമയത്ത് തന്റെ ജനത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു വന്നു, കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. യേശു പോയ ശേഷം പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചാണ് ബുധനാഴ്ച. അത് കഴിഞ്ഞ ശേഷം യേശു ബന്ധം സ്ഥാപിച്ചത് മുഴുവൻ ഇപ്പോഴും ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ജാതികളായ നമ്മളോടാണ്. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം കർത്താവ് നമ്മെ മണവാട്ടി ചേർത്ത് കൊണ്ട് പോയ ശേഷം യഹൂദന്മാരുടെ തലമുറയിൽപ്പെട്ട ഇന്നത്തെ ജനത്തെ കാണാൻ വരുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ. അപ്പൊ മണവാട്ടി വീടയ്ക്ക് മുമ്പേ പോയിരിക്കും. ഇപ്പോൾ ജോസഫ് ഈ ബെന്യാമിനെ കാണുന്ന സമയത്ത് ജോസഫ് വിവാഹം കഴിച്ചിരിക്കുകയാണ്. മണവാട്ടിയോടെ കൊട്ടാരത്തിൽ നിൽക്കുന്നു. ഓക്കെ, അവിടെ 1,44,000 പേർ അവരിൽ നിന്നും അവിടെ നിൽക്കും. ആമേൻ. ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവൻ വരുന്നത് കാണുമ്പോൾ ആകുന്നു. ആമേൻ. ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവൻ വരുന്നത് കാണുമ്പോൾ ആകുന്നു. അവർ പറയും, ഇതാ ഞങ്ങൾ കാത്തിരുന്ന നമ്മുടെ ദൈവമെന്ന. ഓക്കെ, മശിഹ എന്ന് വെച്ചാൽ യഹോവരക്ഷകൻ തന്നെയാണ്. ദൈവം എന്ന് പറഞ്ഞത് യോസഫ് ദൈവമൊന്നല്ല, യേശു ക്രിസ്തു അവിടെ ഇറങ്ങി വരികയാണ്. യേശു ക്രിസ്തു ഇറങ്ങി വരുന്നതിന് മോഡലായിട്ട് വെളിപ്പാടിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇതാ നമ്മുടെ ദൈവം. അപ്പോൾ അവർ അവനെ കുത്തിയത് കാണും. ഇവ എവിടെ നിന്നും നിനക്ക് കിട്ടി? യേശു പറയും, എന്റെ ഗ്രഹത്തിൽ, അല്ലെ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച്. വേറൊരു യേശു പറയുന്ന പറയുമോ, ഞാൻ സ്നേഹിക്കുന്നവരാൽ ഞാൻ മുറിവേറ്റപ്പെട്ടു. വേറൊരു സ്ഥലത്ത് പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവർ നിമിത്തം മുറിവേറ്റപ്പെട്ടു. ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്. കാര്യം യേശുവിനെ, ഇത് കാര്യം പിടിയിട്ടേ, യേശുവിനെ അവർ ഉപദ്രവിച്ചപ്പോൾ അവർ ആരെ സ്നേഹിക്കുകയായിരുന്നു? ദൈവത്തെ. പക്ഷെ ഇത് ദൈവമാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇത് യേശുവിനെ അറിയാം. യേശുവിനെ അറിയാവുന്നതാണ് അവർ ഇത്തിരി ഉപദ്രവിച്ചിട്ട് അവരെ ശപിക്കാത്തത്. നീ അങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ നീ അനുഭവിക്കുമെന്നൊന്നും യേശു പറഞ്ഞില്ല. കാര്യം എന്താ? യേശുവിനെ അറിയാം, അവരുടെ കണ്ണ് അടച്ചു വെച്ചിരിക്കുകയാണ്. കേട്ടാലും ഗ്രഹിക്കാതെയും കണ്ടാലും തിരിച്ചറിയാതെ അടച്ചു വെച്ചിരുന്ന ഇതേ കർത്താവ് തന്നെയാണ്. എന്തിനാ? എന്നെ ഓർത്തിട്ട് എന്ന് നമ്മൾ ഓരോരുത്തരും എടുക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കേണ്ടത് എന്തോ? ക്രിസ്തുവിനെ ഓർത്തിട്ട്. ക്രിസ്തു എന്നെ ഓർത്തിട്ട് ക്രിസ്തുവിന്റെ പീഡ ക്ഷമിച്ചെങ്കിൽ, ഒരു വചനം പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവ നിങ്ങൾ അവർക്കായി ചെയ്യുവിൻ. അപ്പൊ യേശു എനിക്ക് വേണ്ടി ചെയ്ത കാര്യം യേശു എന്നോട് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ, എന്നും കരുണ കാണിച്ച് സ്നേഹിച്ചു എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, യേശു സ്നേഹിച്ച ആരെങ്കിലും ഞാൻ അനുഗ്രഹിക്കണം, അവരെ സ്നേഹിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം എന്നിൽ വരുന്നത്. അപ്പൊ എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് മുറിവേറ്റെന്ന് പറഞ്ഞാൽ
യേശു ആരാണെന്ന് അറിയാത്ത തരത്തിൽ യേശുവിനെ ഉപദ്രവിക്കുമ്പോഴും അവരുടെ തീക്ഷ്ണത കാണുമ്പോൾ കർത്താവിനെ അറിയാം, അവർ മശിക എന്ന യഹോവ രക്ഷകനെ അവനല്ലാതെ ഒരുവൻ വന്ന സ്വീകരിക്കാത്ത തരത്തിൽ എത്രത്തോളം അവനെ ഉപദ്രവിക്കുന്നു. പറഞ്ഞിരിക്കുന്ന അടയാളമെല്ലാം അവരുടെ മുമ്പിൽ നടന്നു. ഇതാ പൗലോസും, അവൻ താൻ അറിഞ്ഞ അറിവിൽ വെച്ച് അവൻ ഭയങ്കര തീക്ഷ്ണതയുള്ളവനായിരുന്നു. ഗലാത്യർ നോക്കുക, അത്രത്തോളം എരിവുള്ളവരാരുമില്ലായിരുന്നു. പക്ഷെ യേശു ക്രിസ്തു വിശ്വസിച്ചിരുന്നവനെല്ലാം കൊന്നു നടന്നെങ്കിലും അവനറിയാം റിയലായിട്ട് അവനൊന്ന് വെളിപ്പെടുത്തി കൊടുത്താൽ പിന്നെ മരണത്തിൽ പോലും അവന് പിന്മാറ്റി കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ആവണം നമ്മളും. തിരുവചനം കേട്ട് വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും, ഇന്നലെ നാം നമ്മുടെ ചർച്ച് ഗ്രൂപ്പിനകത്ത് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കേൾക്കണം. ചർച്ച് ഓർഡർ അതിനകത്തും പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ എങ്ങനെ ആയിരിക്കണം, വിശ്വാസികളോട് എങ്ങനെ ആയിരിക്കണം, ഒരു ആവശ്യം വന്നാൽ എങ്ങനെയാണ്. സ്വന്തത്തിൽ നിന്ന് ആരും ആരെയും വിളിക്കുകയോ പറയുകയോ ചെയ്യരുത്. പാസ്റ്റർ കാര്യം വേറൊരാളിനോടോ സഭാവിശ്വാസത്തിന്റെ കാര്യം വേറൊരാളിനോടോ പറയരുത്. ഇവിടുത്തെ നമ്മുടെ ഡീക്കൻ നമ്മുടെ ഐസക് ബ്രദറാണ്. എന്ത് ആർക്ക് പറയാനുണ്ടെങ്കിലും ഐസക് ബ്രദറിനെ വിളിക്കുക, പറയുക. ഇവിടെ കാണുന്ന ഒരു തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും ആണെങ്കിലും ആ പുരോഹിതൻ ഇന്ന കാര്യം ക്രമപ്പെടുത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയണം എന്ന് അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം എന്നെ വിളിച്ചു പറയും. ആരെങ്കിലും സഹോദരിമാരോ സഹോദരന്മാരോ വേഷവിധാനമോ ജീവിതമോ അല്ലെങ്കിൽ പെരുമാറ്റമോ ശരിയല്ലെങ്കിലും ഡീക്കനോട് പറയുക. അത് സ്ത്രീയാണെങ്കിൽ പുരോഹിതൻ ഭാര്യ മുഖാന്തരം അവരെ അറിയിക്കും. നിങ്ങൾ തങ്ങളിൽ സംസാരിക്കാൻ പോകരുത് എന്ന് വ്യക്തമായി പറയുന്നതിന്റെ കാരണം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ആ ചിത്രം കാണിച്ചറിയാൻ നമ്മൾ പഠിച്ചതാണ്. സ്റ്റാച്യു ഓഫ് പെർഫെക്റ്റ് മാൻ, ഏറ്റവും പരിശുദ്ധാത്മ പ്രാപിച്ച് ക്രിസ്തുവിൽ എടുക്കപ്പെടുന്നതിന് തൊട്ട് താഴെ നിൽക്കുന്നതാണ് സഹോദര പ്രീതി. അപ്പൊ നമ്മൾ അവരുടെ ഒരു തെറ്റാണെങ്കിൽ നമ്മൾ അറിയാതെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തോരം അറിയാം, എന്നെ നന്നാക്കാൻ വന്നിരിക്കുന്നത്. അവരുടെ ജീവിതം എങ്ങനെയാണ്? അവരുടെ സഹോദര പ്രീതി നഷ്ടപ്പെടും, പോയില്ല. അതുകൊണ്ട് ഇതെല്ലാം കർത്താവിന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് സഭയിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെ എളിമയിൽ ആര് കളിയാക്കിയാലും ദുഷിച്ചാലും പഴിച്ചാലും അതിനെ ആരനുസരിച്ച് പോകുമോ ആ വ്യക്തി മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കുക, ഈ വ്യക്തിയെ കർത്താവ് കൊണ്ടുപോയി. വചനമാണ്, ദൈവ സ്നേഹമാണ്, പിതാവിന്റെ ഇഷ്ടമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എളിമ ധരിക്കുക. ഓക്കെ, അപ്പൊ എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഈ മുറിവേറ്റു എന്ന് പറഞ്ഞാൽ അപ്പൊ യേശുവിനെ സ്നേഹിക്കുന്ന ജനമാണ് എന്നെ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ നമ്മുടെ പീറ്റർ ബ്രദറിന്റെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പീറ്റർ ബ്രദർ എങ്ങനെ വരുന്നു? വീടെല്ലാം ഒരുക്കി പാസ്റ്റർ വരുന്നു, എല്ലാം വൃത്തിയാക്കി കിടട്ടെ. പക്ഷെ അല്പം കഴിയുമ്പോൾ വേറൊരാള് ഒരു നല്ല വേഷമല്ലാതെ ഒരു അദ്ദേഹത്തിന്റെ സങ്കല്പത്തിന് അല്ലാത്ത രീതിയിൽ ഒരാൾ അവിടെ ചെന്നിട്ട് പറയാണ്, ഞാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് കേട്ടോ, നിങ്ങൾ കാത്തിരിക്കുന്നില്ലേ, ആള് ഞാനാണ്. യേശു തന്നെ പറഞ്ഞത്. പക്ഷെ അവിടെ നോക്കും, ഇയാളുടെ വേഷം എവിടെ നിന്ന്, ഇയാൾ എങ്ങനെ വന്നു, ഇയാളുടെ വിദ്യാഭ്യാസം വന്നു, എന്റെ പാസം അല്ലല്ലോ. ഇതെല്ലാം നോക്കിയിട്ട് ശാരീരികമായി നോക്കിയിട്ട് നിങ്ങൾ എന്നെ ഉപദ്രവിക്കും. പലതവണ ഉപദ്രവിച്ചാലും ഞാൻ വീണ്ടും പലതും പറഞ്ഞ് നിങ്ങൾ അടുക്കാൻ ശ്രമിക്കും. ഇത് വേറൊരു സ്നേഹമാണ്. യേശു പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എന്റെ പ്രവർത്തികൾ കണ്ട് വിശ്വസിപ്പേ. ഞാൻ സ്വർഗത്തിൽ വന്ന് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രത്യേക ഒരു അടയാളമുണ്ട്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാണ്. ഇതൊക്കെ മത്തായി 3 യേശു പറയുന്നുണ്ട്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് ഇവൻ തന്നെ. ഇതിനപ്പുറം തെളിവിന് വേണോ? അവനെ ചൂണ്ടിക്കാണിച്ച് പറയും പോലെ പറഞ്ഞിട്ട് അവർ ഗ്രഹിച്ചില്ല. എന്നിട്ടും അപ്പൊ പലതവണ ഞാൻ ബ്രദറിന്റെ വീട്ടിൽ വന്ന് ഞാനാണ് ബ്രദറെ, ഞാനിപ്പോ ഒരു ജോലി കഴിഞ്ഞിട്ട് വരുന്നതാണ്, അപ്പൊ പുരോഹിതന് വേഷം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായിട്ട് ഉപദ്രവിക്കും. എന്തുകൊണ്ടാ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പുരോഹിതന്റെ സ്ഥാനം ഒരു യോഗ്യത മനുഷ്യ എടുത്തിട്ട് അദ്ദേഹമാണെന്ന് പറഞ്ഞു വന്ന് എത്ര ഉപദ്രവിക്കും നിങ്ങൾ. നിങ്ങൾ ഉപദ്രവിക്കും തോറും എനിക്ക് മനസ്സിലാകും നിങ്ങൾ എത്രത്തോളം പാസ്റ്ററിനെ ബഹുമാനിക്കും, ദൈവപുരുഷനെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യാജത്തിൽ വന്നതുകൊണ്ട് എത്രത്തോളം ഉപദ്രവിച്ചാലും എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. കാര്യം എന്താ? ഞാൻ തന്നെ വന്നിരിക്കുന്നു. ഇതാണ് യേശു. അവർ തീക്ഷണത വെച്ചിരുന്ന പ്രതീക്ഷ വെച്ചിരുന്ന യഹോവയായ ദൈവം തന്നെയാണ് ശരീരത്തിൽ നിന്നത്. യേശുവിനറിയാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, കർത്താവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പൊ നമ്മളോട് സഭയിലുള്ള ഒരു വിശ്വാസം എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, ഞാനും അദ്ദേഹം ഒരേ ആത്മാവിന്റെ ഭക്ഷണം പാനീയം കഴിച്ച് തിരുവത്താഴം കഴിച്ച് പോകുന്ന വ്യക്തിയാ. അദ്ദേഹത്തെ ഓർമ്മയില്ലാതെ പെട്ടെന്ന് പറഞ്ഞു പോയി, യേശുവെ അദ്ദേഹത്തോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ പാപങ്ങളും യേശു ആദ്യം വിട്ടിട്ട് ക്ഷമിക്കും, എന്റെ തലമുറയെ അനുഗ്രഹിക്കും. ഇതാ യേശു പറഞ്ഞത്. അപ്പൊ എന്നെ എത്രത്തോളം ഉപദ്രവിച്ചാലും ഞാൻ തിരിച്ചു ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയിലുള്ള തീക്ഷണത എന്തെന്ന് എനിക്ക് മനസ്സിലാകും. അതാണ് യേശു പറഞ്ഞ, എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ചാകുന്നു ഈ ഉപദ്രവം ഏറ്റത്. അപ്പൊ തിരിച്ചു ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇനി ഇവിടെ ഉണ്ട്, അവിടെ അവൻ പറഞ്ഞു എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാകുന്നു. അവർ കരയുകയും വിലപിക്കുകയും ചെയ്യും. ഓരോ കുടുംബവും ദാവീദ് ഗ്രഹത്തിന്റെ നഫ്താലി ഗ്രഹത്തിന്റെ ഗോത്രങ്ങളും എല്ലാവരും ഓരോ കുടുംബവും തങ്ങളെ തന്നെ വേർതിരിക്കും.
അവൻ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അവർ അവനെ കുറിച്ച് വിലപിക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. അന്ന് ഉപദ്രവിച്ച അവർ ഈ ജോസഫിനോട് ചോദിക്കുന്നത് ഇതിൽ താഴെ വരുന്നത് പറയാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, യോസേഫ് കുട്ടികളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ, അതായത് ഈ ബെന്യാമിനെയൊക്കെ യേശുക്രിസ്തു ജോസഫിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ആ തീഷ്ണത ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ എഫ്രൈമിനെ കണ്ടു, അവിടെയുള്ള മറ്റുള്ളവരെയും ഗാദിനെയും എല്ലാവരെയും കണ്ടു, കൂടാതെ 12 ഗോത്രങ്ങളും. എന്നാൽ അപ്പോൾ അവിടെ 10 ഗോത്രങ്ങൾ. ഇതെന്തുകൊണ്ടെന്നൊക്കെ പഠിപ്പിക്കാനാണ് ഞാൻ ഇരുന്നത്. ഈ യഹൂദ എന്ന 2 ഗോത്രത്തെ വെച്ചിട്ട് ദൈവം ബാക്കി ഗോത്രങ്ങളെല്ലാം ചെതറിച്ച് കളഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ദൈവം ഇപ്പൊ തന്നെ പറഞ്ഞില്ല, യേശുവിനെ ഉപദ്രവിച്ചവ ജനത്തെ വ്യക്തമായി മനസ്സിലായിട്ടും യേശു അവരെ ഒന്നും ചെയ്തില്ല, അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. അതേ യേശു പിന്നത്തേതിൽ എത്ര പറഞ്ഞിട്ടും കേൾക്കാത്ത ഈ ജനത്തെ, ആ ഗോത്രത്തെ തന്നെ തെറ്റിച്ചു കളഞ്ഞു. അതൊക്കെ ഞാൻ ഒരുപാട് റെഡി വെച്ചിട്ടുണ്ട്, ഇത് കിടപ്പുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള പദങ്ങളെല്ലാം ഉണ്ട്. അവസാനം ഗോത്രത്തെ തന്നെ തെറിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്ന അറിയാമോ? വെളിയിൽ പോയിരുന്നു കൊണ്ട് ആലയം കെട്ടി അവിടെ ഇരുന്ന് ഭയങ്കര ഭക്തിയായിരുന്നു. യെരുശലേം ദേവാലയത്തിൽ വന്ന് ആരാധന കഴിക്കണം, സഭയിൽ വരണം എന്ന് പറഞ്ഞാൽ കേൾക്കാതെ അവർ തന്നെ അവരുടെ നിരൂപണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞിരുന്നപ്പോ ദൈവം അവരുടെ അടിമയെ കൊണ്ട്, അതായത് അന്നത്തെ പേർഷ്യൻകാര്, ഗ്രീസ് ഇതുപോലുള്ള രാജ്യത്തിന്റെ രാജാക്കന്മാരെ കൊണ്ടുവന്ന് ഈ ദൈവജനത്തെ അടിമയാക്കി പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു. എന്റെ സ്വന്തം മോനെ പീഡിപ്പിക്കാൻ ഞാൻ ശ്രമിക്കൂ? ഇല്ല. അത്രത്തോളം സഹികെട്ട് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഒന്ന് നന്നാകട്ടെ എന്ന് കരുതി ഒന്നിൽ നമ്മൾ ശിക്ഷിക്കാൻ, അല്ലെങ്കിൽ ആരെയും ശിക്ഷിക്കാൻ കാണുമ്പോ 2 കൊടുക്കട്ടെ, നന്നാവാനാ. അതാ ബൈബിൾ പറയുന്നത്, വീണ്ടെടുപ്പിൻ നാളിൽ ആത്മാവ് നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവനെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, പിശാചിനെ ഏൽപ്പിച്ചു. അപ്പോഴെന്താ? ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്. അവിടെയും ദൈവസ്നേഹമാണ്. അപ്പോൾ ഈ 2 ഗോത്രം 10 ഗോത്രങ്ങൾ ചെതറിച്ചത് എത്ര പറഞ്ഞിട്ട് കേൾക്കാത്തവരെ ശത്രുവിനെ കൊണ്ടുവന്ന് അടിമയാക്കി പിടിച്ചു കൊണ്ടുപോയി അവരുടെ ദേശത്ത് പീഡിപ്പിച്ചു. എന്നിട്ട് അല്പം സ്വതന്ത്രമാക്കിയപ്പോ അവർ ആലയങ്ങൾ കെട്ടിയിട്ട് ദൈവം ഇവിടെ ചെയ്യാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിലുപരിയായി അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു. മുഴുവൻ പേരെയും കൊന്നു കളഞ്ഞ ദൈവം. അതിന്റെ മെസ്സേജ് നമുക്കുണ്ട്, ദൈവത്തിന്റെ നാമം വിളിച്ചിരിക്കുന്ന ഇടം അത്ര യഥാർത്ഥ ആരാധനാലയം. അപ്പോ ഇവിടെ അന്നവിടെ 10 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ മുമ്പാകെ നിന്നു. അവരെല്ലാം അവിടെ ഈ ബെന്യാമിനും ഈ 2 സഹോദരങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ തെറിപ്പിച്ചു കളഞ്ഞു. അവരെല്ലാം അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. അവർ തന്റെ സഹോദരന്മാരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതായത് യേശു പോയ ശേഷം താൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ജനമാണ് ഈ നിൽക്കുന്നത്. അവൻ തന്റെ ഇളയവനായ ബെന്യാമിനെ നേരെ നോക്കി അവന്റെ തൊണ്ട ഇടറാൻ തുടങ്ങി. അവരെല്ലാം തന്റേതാണെന്ന് അവൻ അറിയാമായിരുന്നു. അവർക്കറിയില്ല. അവൻ എന്താണ് പറഞ്ഞത്? എല്ലാ മനുഷ്യനും എന്നെ വിട്ടു പോകട്ടെ. ശ്രദ്ധിച്ചോളണം. അവൻ അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു? അവർ കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ ഇവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഒരുപക്ഷെ ഈ വെളിയിൽ നിന്ന് വരുന്ന ജനം ഈ രാജാവിനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ, രക്ഷിക്കാനായിട്ട് കുറച്ച് പരിചാരകരുണ്ടാവും, ഈ ജോസഫിന്റെ തോഴൻ. പക്ഷെ താൻ ആരാണെന്ന് തന്റെ സഹോദരങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയം അവിടെ ആരും വേണ്ട എന്ന് കർത്താവിന്റെ ഇഷ്ടം. നോക്കൂ, എബ്രായ 13 നമ്മളിവിടെ മോളിൽ എഴുതി വെച്ചിട്ടുണ്ട്. കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല എങ്കിൽ തന്റെ ജനമായ ഇസ്രായേൽ ജനത്തോട് ദൈവം അങ്ങനെ ചെയ്തിട്ട് ജാതികളായ നമ്മളോട് വേറൊരു രീതിയിൽ ചെയ്താൽ ദൈവം ആരാകും? ശീതോഷ്ണവനാകും. ഈ ജാതികളായ നമ്മളോടും അങ്ങനെ തന്നെയാണ്. ഇവിടെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഇപ്പൊ തന്നെ ശ്രദ്ധ കിട്ടേണ്ടതാണ്. ജോസഫ് ആരാണെന്ന്, ആ ജോസഫിന്റെ സ്ഥാനത്ത് യേശുക്രിസ്തുവിനെ കാണുക. യേശുക്രിസ്തു ആരാണെന്ന് അറിയാതെ ദൈവത്തിന്റെ വരവിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയും എടുക്കപ്പെടുന്നതിന് വേണ്ടി കാത്തിരുന്ന ജനത്തിന്റെ മുമ്പിൽ അവർ തന്നെ കൊന്നു കുഴിച്ചു മൂടി മരിച്ചുപോയി. പക്ഷെ അപ്പോഴും മരിച്ചില്ല. ഇവിടെ യേശുക്രിസ്തുവിനെ കൊന്നു മരിച്ചു, യേശുക്രിസ്തു മരിച്ചിട്ടില്ല. മരിച്ചു എന്ന് സങ്കല്പിച്ച ആ വ്യക്തി തന്നെ ഇതാ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴും ഈ ജോസഫിനറിയാം എന്നെ കൊല്ലാനായിട്ട് ഏൽപ്പിച്ചവനാണ്, പക്ഷെ അവർക്ക് അറിയില്ല. അപ്പൊ ഈ ജോസഫ് ആരാണെന്ന് അവരെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ്, ഞാൻ ഇത്രയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമം കൊണ്ടുണ്ട്. ഇത്രയൊക്കെ വ്യക്തമായി പഠിപ്പിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്തല്ലോ എന്നുള്ള ആലോചിച്ചത്. ജസ്റ്റ് ഒരു കാര്യം എനിക്ക് വായിച്ചങ്ങ് വിട്ടുപോയാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി.
അതിന്റെ തീക്ഷ്ണത നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടിയാൽ നിങ്ങൾ ഉണർന്നിരുന്നത് ആമേൻ ഹല്ലേലൂയ എന്ന് പറ. അതാണ് അതിന്റെ റിസൾട്ട്. നിങ്ങൾക്ക് അകത്ത് വെറുതെ ഒന്നും പറയരുത്. അകത്ത് ദൈവം ഇടപെട്ടാൽ ഈ പറയാൻ പോകുന്ന കാര്യമെല്ലാം നമുക്കറിയാവുന്ന കാര്യം ഇതെല്ലാം ഇപ്പോൾ തന്നെ കിട്ടും. കിട്ടിയാൽ ആമേൻ ഹല്ലേലൂയ പറയുന്ന ഹൃദയം തുറന്നിരിക്കും. ദൈവം അധികമായി നിങ്ങൾക്ക് നൽകും. കാര്യം ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം കാണിച്ചു. അവിടെ തന്റെ മുമ്പിൽ നിൽക്കുന്നവരാരാണെന്നും കേൾക്കാൻ യോഗ്യതയില്ലാത്തവരാരാണെന്നും കർത്താവിന് അറിയാവുന്നവരെ എല്ലാം പുറത്തേക്ക് മാറ്റിയിട്ട് തന്റെ ജനത്തിന് മാത്രം താൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ മെസ്സേജ്. ഇതാണ് ഞാൻ പറയാൻ വരുന്നത്. സംഘടനാ സഭയിൽ നമ്മൾ മരിച്ചിരുന്നു. പക്ഷെ നമ്മുടെ വിചാരം സ്വർഗത്തിൽ ഇപ്പോഴും ദൈവജനം ഭക്തിയുള്ളവർ എനിക്കെല്ലാം അറിയാമായിരുന്നു. ഇല്ല, നമ്മുടെ മെസ്സേജ് അവർക്ക് അറിയിച്ചു കൊടുക്കരുതെന്ന ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവരെല്ലാം പുറത്താക്കിയിട്ട് ദൈവം നമ്മെ വിളിച്ച് വാതിൽ തുറന്നു നിന്ന് അകത്ത് കൊണ്ടുവന്ന് ഞാൻ എന്നോടും അവൻ എന്നോടും അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ ഈ മെസ്സേജ് ജാതികൾക്ക് ഇട്ട് കൊടുക്കരുത്. ശാപം ഉണ്ടാകും. ദൈവം വിളിച്ചതിനെ നമ്മൾ പണിയരുത്. യോസേഫ് അവരവിടെ പുറത്താക്കി. അവർക്ക് പറയാറില്ല, കർത്താവേ ഇവർ ആരാണെന്ന് അറിയുന്നില്ല, ഇവർ ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിച്ചാലോ, അങ്ങയുടെ സംരക്ഷകരല്ലേ, ഞങ്ങൾ കൂടെ നിന്നോളാന്നല്ല. യോസേഫ് അവരെ പുറത്തു പോകാൻ പറഞ്ഞ നിമിഷം അവർ പുറത്തു പോയി. ഇതിന്റെ വചനമാണ് 3-4 ബുധനാഴ്ച മുമ്പ് ഇതേ വിഷയം നമ്മൾ ചർച്ച പഠിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് ഓർമ്മ വരണം. യേശു എന്താ പറഞ്ഞത്? തന്നെ വെളിപ്പെടുത്തുന്ന ആർക്കാ? പിതാവിന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം കൃപ കാണിച്ച് വിശ്വാസസ്നാന കൽപ്പന പ്രമാണിച്ചനുസരിച്ച് പിതാവ് സ്നേഹിച്ച് യേശു തൃത്വം ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കെ ഈ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മർമ്മമായിട്ടുള്ളത് പറയരുതെന്ന് പറഞ്ഞാൽ പറയരുത്. അത് ദൈവ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ എത്രയും സ്വർഗരാജ്യം പ്രാപിക്കുന്നില്ല എന്നുള്ള ഒറ്റരെണ്ണം പോവില്ല. ജ്ഞാനം പ്രാപിച്ചാലും നിഗളികളായാലും എനിക്കറിയാമെന്ന് കാണിക്കാന്നായിരുന്നു. അങ്ങനെയുള്ളവരൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ളവരുണ്ടായിരുന്നല്ലോ. പഠിപ്പിച്ചിരുന്ന പുരോഹിതനെ ചോദ്യം ചെയ്തവരുണ്ടായിരുന്നു. എങ്ങോട്ടോ എവിടെയൊക്കെ പോയി, ആരുമില്ല. ഇപ്പൊ പറഞ്ഞാല് പുറത്തു പോയി വലിയ ഭക്തിയോടുകൂടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ദൈവം കണക്കിടട്ടെ. അപ്പോ ജോസഫ് തന്റെ കാണാതെ പോയതിനെ മാത്രം മിസ്രയീമിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് കൊട്ടാരത്തിനകത്ത് ഇതാണ് ദൈവം വസിക്കുന്നിടം. രാജാവ് ഇരിക്കുന്നിടം അല്ലേ സിംഹാസനം കൊട്ടാരം. ജഡ്ജി എവിടെ ഇരിക്കുന്നു? അത് കോടതി. ഞായറാഴ്ചകളിൽ പോലും ജഡ്ജി വിധിക്കാറുണ്ട്. വീട്ടിലാണ് ഇരിക്കുന്നത്, പക്ഷെ അത് കോടതിയാണ്. എന്തുകൊണ്ടാ? ആ വിധി നമ്മുടെ സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. ജഡ്ജി എവിടെ ഇരുന്ന് വിധിക്കുന്നുവോ അതാണ് കോടതി. അതുപോലെ കർത്താവ് ഇരിക്കുന്ന ഈ സഭയിലാണ്. ഇതിന്റെ സഭാകാലങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇനി പഠിക്കാം. ഈ സഭയുടെ നടുവിലൂടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ ആലയമല്ല, സഭ എന്റെ ഹൃദയമാണ്. എന്റെ ഹൃദയത്തിലാണ് കർത്താവ്. ആ കർത്താവ് എനിക്ക് രഹസ്യമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കി അവർ കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് ഞാനും ക്രിസ്തു ഒന്നാണ്. അത് തെറ്റിക്കുന്നെങ്കിൽ രണ്ടാണെന്നാണ് കാണിക്കുന്നത് കള്ള ക്രിസ്തുക്കൾ. നോക്കൂ, എല്ലാ മനുഷ്യനും അവനെ വിട്ടു പോകട്ടെ. അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചോ? അവർ കൊട്ടാരത്തിലേക്ക് പോയി. സകലവരും അവിടെ നിന്ന് മാറ്റി. അത് ദൈവ ഇഷ്ടമാണ്. ആര് കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അവർക്ക് മാത്രം പറയേണ്ടത് എന്താണോ അത് മാത്രം. ഉൽപ്രാവണ സമയത്ത് അന്യജാതി സഭ എവിടെ പോകും? കൊട്ടാരത്തിലേക്ക് പോകും. മണവാട്ടി ഹല്ലേലൂയ, മണവാട്ടി ഭൂമിയിൽ നിന്നും ഉൽപ്രാവണ സമയത്ത് എടുത്തു മാറ്റപ്പെടും. അതിനുശേഷം അവൻ മടങ്ങി വരുമ്പോൾ അവന്റെ മണവാട്ടി അവിടെ ഉണ്ടാവുകയില്ല. ഈ ജോസഫ് തന്റെ ജനത്തെ, അതായത് 144,000 പേര് യേശുക്രിസ്തു മണവാട്ടി ചേർത്ത് കൊണ്ട് പോയ ശേഷമാണ് യേശുക്രിസ്തു വന്ന് തന്റെ ജനത്തെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് അവൻ തന്റെ സഹോദരന്മാരോട് തന്നെ വെളിപ്പെടുത്തുമ്പോൾ ആകുന്നു. അത് യഹൂദന്മാരാകുന്നു. അവനെ കുത്തിയവർ, അവനെ തള്ളിക്കളഞ്ഞവർ. എന്നാൽ അവന്റെ ഭാര്യയും അവന്റെ പ്രിയപ്പെട്ടവനും അവിടെയുള്ള അവന്റെ അടുത്ത സുഹൃത്തുക്കളും അവന്റെ സ്വന്തമായ അല്ലെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ട കൂട്ടാളികൾ മന്ദിരത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, ഓ ഇത് മഹത്തായ രാജകുമാരനാകുന്നു. അവർ പറയാൻ തുടങ്ങി. അവർ പരസ്പരം തങ്ങൾ ചെയ്ത ഈ കാര്യങ്ങളെ പറ്റി അവൻ പറയാൻ തുടങ്ങി. അവർ, അതായത് യേശുവിനെ അല്ലെങ്കിൽ ജോസഫിനെ ഉപദ്രവിച്ചതും പൊട്ടക്കുഴിയിൽ ഇട്ടതും വേണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു. അവർക്ക് ഏകദേശം പിടികിട്ടി തുടങ്ങി. ചെയ്യുന്നത് തെറ്റായിപ്പോയി. ഇതുപോലെ യഹൂദന്മാർ വിലപിക്കും കുലം ഗോത്രമായി. സഹോദരനായ യോസഫിനെ നമ്മൾ കൊല്ലാൻ പാടില്ലായിരുന്നു. നിങ്ങൾ നോക്കൂ, നമുക്കതിന്റെ പ്രതിഫലമാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്.
രൂപേൽ, നമ്മുടെ സഹോദരനെ നമ്മൾ കൊല്ലാൻ പാടില്ലായിരുന്നു, കാരണം നിങ്ങൾ നോക്കൂ നമ്മൾ ചെയ്തുള്ള പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. അവരുദ്ദേശിച്ചിട്ട് എന്താണെന്ന് നോക്കണേ. ജോസഫ് അവിടെ നിൽക്കുന്നു. അവന് എബ്രായ ഭാഷ മനസ്സിലാകുമെന്ന് അവർ കരുതിയില്ല, പക്ഷെ അവനത് അറിയാമായിരുന്നു. ചിലർ വിചാരിക്കുന്നത് അന്യഭാഷകൾ സംസാരിക്കുന്നത് മനസ്സിലാകത്തില്ല, എന്നാൽ അവനെ ഇത്രയും പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് പോണത്. ഇതിനൊക്കെയാണ് സഭ. അന്യഭാഷകൾ സംസാരിക്കുന്നത് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത ഭാഷയെ നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. ഇതെല്ലാം ദൈവം തന്നതാണെന്ന്. അന്യഭാഷ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകും. ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇട്ടതിൽ ചർച്ച് ഓർഡർ എന്നത് കേട്ടു നോക്കണം. അതിനകത്ത് പ്രവാചകൻ പറയുന്നു, പ്രവാചകൻ ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു വ്യക്തി അന്യഭാഷ സംസാരിക്കുക കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചതോ? എഴിക്കും. എങ്ങനെ? ഈ പ്രവാചകനോട് സംസാരിക്കുന്ന അതേ പരിശുദ്ധാത്മാവിലോട്ടോ ഈ പരിശുദ്ധാത്മാവ് അവിടെ ഇരിക്കുന്ന വ്യക്തിയെ എഴുന്നേൽപ്പിച്ച് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഇത് രണ്ടും ചെയ്ത് ഒരാത്മാവായതുകൊണ്ട് പ്രവാചകന്റെ വായ പെട്ടെന്ന് കൂടും. പിന്നെ സംസാരിക്കണം എന്ന് വിചാരിച്ചാലും പ്രവാചകന്റെ ഉള്ളിൽ നിന്നൊന്നും വരില്ല. കാര്യം എന്താ? അവിടെ ഒരു ദൂത് പറയാൻ പോവുകയാണ്. സഭയുടെയോ വ്യക്തിയുടെയോ എന്തോ ആത്മീക വർദ്ധനവനായിട്ടുള്ള ഒരു കാര്യം പറയാൻ പോകുമ്പോൾ ആ ആത്മാവ് സംസാരിക്കുമ്പോൾ അതേ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്ന പ്രവാചകൻ സൈലന്റ് ആവും. അപ്പൊ ഇവിടെ പറഞ്ഞു അന്യഭാഷകളിൽ സംസാരിക്കുന്നത് മനസ്സിലാകത്തില്ല. ഇത് പലരും പറയുന്നതാണ്. മനസ്സിലാകാൻ കഴിയുന്ന ഒരാളുണ്ടാവും, ഇല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്ന പ്രവാചകൻ അനന്തം പറയുന്നുണ്ട്. അപ്പൊ അവിടെ സ്പാനിഷ് ഭാഷയിൽ ഒരാൾ സംസാരിച്ചു. ആ സംസാരിച്ച ആൾ ഇരുന്നത് വരെയും പ്രവാചകൻ സംസാരിച്ചില്ല, വീണ്ടും സൈലന്റ് ആയി. സ്പാനിഷ് സംസാരിച്ച ശേഷം ഒരു വ്യക്തി എന്നിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. ഇംഗ്ലീഷിൽ അദ്ദേഹം കൂടെ സംസാരിച്ച് ഇരുന്ന ശേഷമേ പ്രവാചകൻ സംസാരിച്ചുള്ളൂ. ഇതാ ഒരു ആത്മാവിന്റെ നിയന്ത്രണം. നമ്മുടെ ഇവിടെ എങ്ങനെയാണോ? അന്യഭാഷ എന്ന് പറഞ്ഞ പെന്തക്കോസ്തേര് അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ല, സ്വർഗത്ത് പോകില്ല എന്ന്. അതിനെക്കുറിച്ചൊക്കെ പ്രവാചകൻ എന്ന് പറയാം. 2 മണിക്കൂറുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കും. സമയം ചെലവഴിച്ചും പ്രാർത്ഥനയോടെ കേട്ടു നോക്കും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. കേട്ട് കഴിഞ്ഞാൽ പാപം വർദ്ധിക്കും. എപ്പോഴാണ്? അനുസരിച്ചില്ല. അതുകൊണ്ട് കേൾക്കരുതെന്ന് ഞാൻ പറയില്ല, കേൾക്കണം. പിന്നെ അങ്ങനെ പെരുമാറാവൂ സഭയുടെ രീതികളും ചിന്തകളും എല്ലാം. അപ്പോൾ ചിലർ വിചാരിക്കുന്നത് സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കുന്നത് മനസ്സിലാകത്തില്ല എന്ന്. അതായത് ഇപ്പോൾ ഒരാൾ അന്യഭാഷ സംസാരിച്ചപ്പോൾ ആർക്കും മനസ്സിലാവോ? ഇല്ല. യഥാർത്ഥ ദൈവമാണ് ഒരു വ്യക്തിയിലൂടെ അന്യഭാഷ സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ ഒരു വ്യാഖ്യാനം ഉണ്ടാവും. അപ്പൊ മനസ്സിലാവുന്ന ആ ഇവിടെ ഉണ്ട്. ആ വ്യക്തിയിലൂടെ ദൈവം വ്യാഖ്യാനിക്കും. ഒരു ആത്മാവാണെങ്കിൽ പുരോഹിതൻ സൈലന്റ് ആവും, പിന്നെ പുരോഹിതൻ. വീഡിയോ ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വീഡിയോ തന്നെ ഉണ്ട്. പ്രവാചകൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി പെട്ടെന്ന് എഴുന്നേൽക്കുന്നു, ആ അന്യഭാഷ സംസാരിക്കുന്നു. അത് കഴിയുമ്പോൾ ആ വ്യക്തി ഇരുന്ന ഉടനെ മറ്റേ വ്യക്തി ഇംഗ്ലീഷ് പറയുന്നു. അദ്ദേഹം ഇരുന്ന ശേഷം പ്രവാചകനെ കുറിച്ച് പറയുന്നു. വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഇത് ഒരു ആത്മാവിന്റെ നിയന്ത്രണമാണ്. അല്ലാതെ ഉള്ള അന്യഭാഷ നമ്മൾ അന്യഭാഷ വിചാരിച്ചാൽ അത് അന്യഭാഷയല്ല. ഓക്കെ. പിന്നെ അവൻ അതിനെക്കുറിച്ച് എല്ലാം അറിയുന്നു. അതെ, അവനറിയാം. അതായത് ഈ പറയുന്ന ഭാഷ എന്താണെന്ന് അറിയാവുന്ന ദൈവത്തിനറിയാം. അതുപോലെ തന്നെ അന്യഭാഷ സംസാരിക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയാക്കിയിരിക്കും. ഇനി ഞാൻ അന്യഭാഷ സംസാരിച്ചിട്ട് അതിന്റെ വ്യാഖ്യാനം ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപക്ഷെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ വാസ്തു പരിശുദ്ധാത്മാവൊന്നുമില്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച വ്യാഖ്യാനം വാസ്തു പറയേണ്ടതല്ലേ എന്ന് പറയും. അങ്ങനെയും കാണരുത്. നിങ്ങൾക്ക് തന്നെ തരും. ഒരാളില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ദൈവം ഒരു ഭാഷ തന്നുവെങ്കിൽ അതിന്റെ വ്യാഖ്യാനം ദൈവമാണ് തന്നെങ്കിൽ അതിന്റെ വ്യാഖ്യാനം നിങ്ങളിലൂടെ തന്നെ നൽകും. അങ്ങനത്തെ പ്രവാചകനോട് സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സംസാരിക്കുന്ന സഭകളിലിരിക്കുന്ന വ്യക്തികളിലും അതേപോലെ അന്യഭാഷയെ സംസാരിച്ചിട്ട് അതിന്റെ വ്യാഖ്യാനം ആ വ്യക്തിയോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകൻ അതിനെ ഏറ്റെടുത്ത് സഭയോട് പറയാറുണ്ട്. അപ്പോ അന്യഭാഷകൾ നമ്മളിൽ ഇല്ല. സൗകര്യം എപ്പോഴും പറയും, നിങ്ങൾ ചർച്ചിൽ അന്യഭാഷയുണ്ടോ എങ്കിൽ ഞാൻ വരാം. അന്യഭാഷ ഉണ്ടെങ്കിൽ സ്വർഗത്ത് പോകുന്ന അന്യഭാഷ അവർക്കറിയാം. തോന്നുന്നു. അത് ആർക്കും അറിഞ്ഞൂടാ, ആർക്കും മനസ്സിലാവുകയില്ല. ഞാൻ ഇത് സഭകളിലും ഉണ്ട്. കൂട്ട നിലവിളിയാണ്. ആരെന്ത് പറയുന്നു ഒരു ഇല്ല. ഞാനും വിചാരിച്ചു, ഞാനും എഴുതി വെച്ച് പഠിച്ചു. ഇത് എഴുതി വെച്ചിട്ട് ഇതിനെ വീണ്ടും ഒന്നുകൂടെ എഴുതിയിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം എന്താ? അവിടെ വലിയ വീഡിയോ പ്രവൃത്തികൾ ചെയ്ത് അനേകം വ്യക്തികളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് എല്ലാ ആഴ്ചയിലും ഒരു 3, 4, 5 ആൾക്കാരൊക്കെ ഉണ്ടാവും. പുതിയ ആൾക്കാർ. ഞാൻ അങ്ങനെ ഇറങ്ങിത്തിരിക്കും, ഭ്രാന്ത് പിടിച്ചതുപോലെ ഇറങ്ങിത്തിരിക്കും. കോളനികളിലും എല്ലാവരും ഇറങ്ങിത്തിരിക്കും. അപ്പം അവിടെ അങ്ങനെ ആരും പോകാറുമില്ല. അപ്പൊ ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ദിവസം കോട്ടയത്ത് നിന്ന് പാസ്റ്റർ പറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ലക്ഷണമാണ് അന്യഭാഷ.
പിന്നെ ചെന്നിരുന്ന് കുത്തിയിരുന്ന് എഴുതി. റെക്കോർഡുണ്ട് നമ്മളെല്ലാവരും. ഇവര് പ്രസംഗിക്കുന്നതിനെ കേട്ട് ടേപ്പ് എടുത്ത് പൗസ് ചെയ്ത് എഴുതി എടുത്തിട്ട് പേപ്പർ വെച്ചിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് അടുത്ത ദിവസം വരെ ഇത് തന്നെ അലയിക്കൊണ്ട് 5-6 വർഷം അവിടെ നിന്ന് പിന്നെ കസേരകളൊക്കെ അടിച്ച് തള്ളിയിട്ട് അങ്ങനെ അതിന്റെ ലക്ഷണം. പക്ഷെ ഇവിടെ വന്ന് മനസ്സിലായി കർത്താവ് അത് മുഴുവൻ പൈശാചികമായിരുന്നു. അപ്പൊ നമുക്കും അന്യഭാഷയുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഇരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ വ്യാഖ്യാനം ദൈവം തന്നാൽ അത് ആണ്, ഇല്ലെങ്കിൽ അതിനെ ആവർത്തിക്കാതെ മിണ്ടാതിന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. അന്യഭാഷയെ കുറിച്ച് വാഞ്ചിക്കാനാ, കൃപാവരങ്ങളെ കുറിച്ച് വാഞ്ചിക്കാനാ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ അന്യഭാഷ ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ആരും നോക്കണ്ട. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് കിട്ടണമല്ലോ. എനിക്ക് അന്യഭാഷ അല്ലെ, ആ സഭയിൽ ആർക്കും അന്യഭാഷയില്ല, അത് ദൈവസഭ അല്ല, ഞാൻ ഇവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ ഇവിടെ ഉള്ള ദൈവത്തിന്റെ സഭയിൽ നിങ്ങൾ ഒരാളായിരിക്കണം. ഈ പോകുന്നു എന്ന് പറയണം ആ വ്യക്തിയില്ലെങ്കിലും. അപ്പൊ കാത്തിരിക്കുക. സഭയ്ക്ക് വേണ്ടത് ദൈവം തന്റെ സമയത്ത് അത് അറിയിച്ചിരിക്കും, ആരിലൂടെ ആയാലും. ഓക്കെ, ജാതികളുടെ രാജ്യത്വം അന്യഭാഷയിലും അതിന്റെ വ്യാഖ്യാനങ്ങളിലും കൂടെ കടന്നു വന്നിരിക്കുന്നു. ഇത് ദാനിയേൽ കണ്ട ദർശനം അറിയാമോ? വായിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കൽ 2 ആഴ്ച മുമ്പ് വായിക്കാൻ പറഞ്ഞിട്ട് ആരും വായിച്ചില്ല. കൈയുയർത്താൻ പറഞ്ഞിട്ട് ഒരു വ്യക്തിയാണ് അവിടെ കൈയുയർത്തിയത്. അതൊന്ന് വായിച്ചവർ കൈയുയർത്താൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് വായിച്ചിട്ട് വരുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ നോക്കൂ, ഒരു ലോകത്ത് നടക്കാൻ പോകുന്ന, അന്ന് ദാനിയേലിന് കാണിച്ചു കൊടുത്ത ദർശനം ലോകത്ത് തന്റെ ജനത്തെ വിടുവിച്ച് കൊണ്ടുപോകുന്നത് വരെയുള്ള കാര്യങ്ങളും അന്യഭാഷയിലാണ് കാണിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത്. ഇത് വ്യാഖ്യാനിക്കാൻ അന്നുണ്ടായിരുന്ന വ്യാഖ്യാതാക്കൾ ആർക്കും മനസ്സിലായില്ല. അതുപോലെ തന്നെ മേനെ തെക്കേ ഊഫർസെ, നിന്നെ നോക്കി നോക്കി കുറവുള്ളവനായി കണ്ടു, നിന്റെ രാജ്യത്വം ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ കൊടുക്കുന്നു. എല്ലാം ദൈവം ഇടപെടുന്ന അന്യഭാഷയിലാണ്. പക്ഷെ അതിന്റെ വ്യാഖ്യാതം ഉണ്ടായിരുന്നു. അത് പിന്നത്തെ ഒരു രൂപമായി കാണിച്ചു കൊടുത്തു. പിന്നീട് അതാണ് സംഭവിക്കുന്നത്. സ്വർണത്തിന്റെ തല, ആദ്യത്തെ തലഭാഗം അത് വീഴുന്നതിന് മുമ്പായിരുന്നു. അതായത് നെബൂഖദ്നേസർ രാജാവിനാണ് കാലത്താണ് കാണിച്ചു കൊടുത്തത്. അത് രാജാവ് കർത്താവെ സ്വർണം കൊണ്ടുള്ള തല, രാജാവെ അത് അങ്ങ് തന്നെ, അങ്ങനെ രാജ്യത്വം ഇതാ നശിക്കാൻ പോകുന്നു, നിഗളിയായതുകൊണ്ട്. അപ്പൊ അതിന് യോഗ്യമല്ലാത്തത് എന്തോ ആയതുകൊണ്ട് പിന്നെ രാജ്യത്വം എടുത്ത് കൊടുക്കുന്നത് യോഗ്യമല്ലാത്ത ഒരു വ്യക്തിക്കാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരിയുടെ എന്തോ ഒരു പുത്രനാണ്, അവൻ യോഗ്യനല്ല. ഈ രാജാവിന്റെ മകൻ, മൂത്ത മകൻ ഉണ്ടെങ്കിൽ അവനെയാണ് വാഴിക്കേണ്ടത്. മൂത്ത മോൻ അയോഗ്യൻ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയാണ്, അങ്ങനെ കൊടുക്കാം. പക്ഷെ ആ കുടുംബത്തിൽ പോലും അല്ലാത്ത വേറൊരു വ്യക്തിക്ക് എടുത്തിട്ട്, സഹോദരിയുടെ അല്ല, വേറെ ഏതോ തോഴന്റെ എങ്ങനെയെന്തോ ഒരു കുഞ്ഞിനാണ് അതിൽ യരോബയാമെന്ന് അങ്ങനെ തോന്നുന്ന പേര്. ഇതൊക്കെ എടുക്കാൻ വേണ്ടി എല്ലാം ഇതൊക്കെ എഴുതി തയ്യാറാക്കി കേട്ടോ. ഇതെല്ലാം തയ്യാറാക്കി യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതും വന്നും നമ്മൾ പെരുമാറുന്നതും വരെയുള്ള എല്ലാം എഴുതി തയ്യാറാക്കി. അപ്പോഴാണ് വ്യക്തമായി മനസ്സിലാക്കണം ഒരൊറ്റ ആത്മാവിന്റെ പ്രവൃത്തിയാണ് ഇത് മുഴുവനും വന്നത്. ഇത്രയും കാലം പറഞ്ഞത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ നീക്കി വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞാൽ അത് തുറന്നെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കുറേശ്ശെ കിട്ടുമ്പോൾ പറയാം. അപ്പൊ അന്ന് അന്യഭാഷയിൽ പറഞ്ഞു കൊടുത്ത കാര്യം നടക്കാൻ പോകുന്ന 70 വർഷം കൊണ്ട് 490 വർഷം കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. എല്ലാ കാര്യവും അന്യഭാഷയിൽ പറഞ്ഞു കൊടുക്കുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. രാജ്യത്വം വീഴുന്നതിന് മുമ്പായിരുന്നു. എന്താണ് ആദ്യത്തെ ജാതിയുടെ കാലം എന്നാണ് അവസാനിച്ചത്? എന്താണ് ആ ആദ്യത്തെ ജാതികളുടെ കാലം അവസാനിപ്പിച്ചത്? ഒരു ചുവരിൽ പതിഞ്ഞ അജ്ഞാത ഭാഷയുടെ ഒരു കൈയെഴുത്തും അത് വ്യാഖ്യാനിക്കാനും അത് എന്തായിരുന്നു എന്ന് പറയുവാനും കഴിവുള്ള ഒരു വ്യക്തിയെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്യഭാഷ ദൈവം പറഞ്ഞാൽ വ്യാഖ്യാതാവ് കൂടെ ഒന്നുകിൽ സഭയിലോ എവിടെയെങ്കിലും ഉണ്ടാകും, ഇല്ലെങ്കിൽ അവരോട് തന്നെ പറയും. ഇത് ദൈവത്തിന്റെ രീതിയാണ്. ദൈവത്തിന്റെ രീതികൾക്ക് മാറ്റമില്ല. അതേ രീതിയിൽ പുറപ്പെട്ടു പോകുന്നു. ആമേൻ. അത് അകത്ത് പ്രവേശിച്ചതും പുറത്തു പോകുന്നതും ഒരേ രീതിയിൽ തന്നെ ആകുന്നു. അവർ സംസാരിക്കുന്ന ഭാഷകൾ, ഇതിൽ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്കത് പഠിക്കണം. യേശു പറഞ്ഞു, യോഹന്നാൻ 10 പറഞ്ഞ വചനപ്രകാരം ഇത് നോക്കുക, അത് അകത്ത് പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതും ഒരേ രീതിയിൽ തന്നെ ആകുന്നു. ഓക്കെ. അവർ സംസാരിക്കുന്ന ഭാഷകൾ അവന് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് അവർ കരുതിയിരുന്നു. യോസേഫിന്റെ മുമ്പിൽ നിൽക്കുന്നവർ എബ്രായ ഭാഷ സംസാരിച്ചത് യോസേഫിന് അറിയില്ല എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ അവനത് അറിയാമായിരുന്നു. അവർ പറഞ്ഞു, നമുക്ക് എന്താണ് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. അതായത് അന്യഭാഷയിൽ സംസാരിച്ചിരിക്കുന്നു. അതിനുശേഷം അവർ ചെയ്തതിൽ അവർ ഖേദിക്കുന്നത് യോസേഫ് കണ്ടു. അപ്പോ ഭാഷ മനസ്സിലായി. അവർ കുത്തിയെങ്കിലേക്ക് നോക്കി ഇതെല്ലാം പറഞ്ഞതും വിലപിക്കുന്നതും എല്ലാം കർത്താവിന് മനസ്സിലായി. ഇതാണ് നമുക്കും വേണ്ടത്. എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ഹൃദയനുറുക്കം, പശ്ചാത്താപം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കും.
പക്ഷെ അതിന് മുമ്പ് ഹൃദയനുറുക്കം ഉണ്ടാവണം. ഹൃദയനുറുക്കത്തോടുകൂടിയുള്ള പശ്ചാത്താപം മാത്രമേ ദൈവം അംഗീകരിക്കുള്ളൂ, ബാക്കിയൊന്നും അംഗീകരിക്കില്ല. ഇപ്പോൾ അവൻ അവരുടെ സങ്കടവും അവർ അവനെ തള്ളിക്കളഞ്ഞതിന്റെ പശ്ചാത്താപവും കാണുന്നു. കണ്ടോ, ഇത് അവർക്ക് മാത്രമല്ല, നമ്മളായാലും ശരിയല്ല. ഒരു തെറ്റ് എല്ലാവർക്കും പറ്റും. തെറ്റ് പറ്റിപ്പോയാൽ നമ്മൾ പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ച് ആ വ്യക്തിയുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഒന്നും വെച്ചിട്ട് മറ്റൊരു മുഖത്തോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ നമ്മൾ വിശ്വാസിയല്ല. പിന്നെ അങ്ങനെ ചെയ്യാം, ചിലപ്പോൾ ചെയ്തു പോയാൽ അത് നമ്മളിലുള്ള ഞാനാണ് ചെയ്യുന്നത്, എന്നിൽ കിടക്കുന്ന പാപമാണ് ആ ചെയ്യുന്നത്. അപ്പോഴും ദൈവത്തിന്റെ ജനമാണെങ്കിൽ ഹൃദയത്തിന് കുത്തുകൊള്ളു, വേദന ഉണ്ടാവും, ചിലപ്പോൾ ശ്വാസം മുട്ടുന്ന അനുഭവം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അപ്പൊ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നീ ചിരിച്ചുകൊണ്ട് കൈ കൊടുത്ത് സ്നേഹിച്ച് സഹോദരി എന്ന് വിളിച്ചു, പക്ഷെ നിന്റെ ഹൃദയത്തിൽ കയ്പാണ്. ഇത് ദൈവം ഓർമ്മപ്പെടുത്തുക. ദൈവം ഹൃദയങ്ങളെ നിരൂപണങ്ങളെ അറിയുന്ന വ്യക്തിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ ക്ഷമയോ പൂർണ്ണമായും ദൈവ സ്നേഹത്തിൽ ആയിക്കൊള്ളണം. എന്തുകൊണ്ടാ? എനിക്ക് കർത്താവിന്റെ കൂടെ പോകണം, ഇല്ലെങ്കിൽ തള്ളപ്പെട്ടു പോകും. ഓക്കെ, പശ്ചാത്താപം കാണുകയും അതിനാൽ ഇപ്പോൾ അവന്റെ തൊണ്ട ഇടറാൻ തുടങ്ങിയിരുന്നു. തന്റെ സഭയെ ഭൂമിയിൽ നിന്ന് പിരിച്ചുവിടാനും അവളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുവാനും അവൻ തയ്യാറായിരുന്നു. അതിനുശേഷം മടങ്ങി വരികയും അപ്പോൾ ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും വിലപിക്കുകയും ചെയ്യുന്നതാകുന്നു. ഒന്നാണ് പറഞ്ഞത്, തന്റെ സഭയെ ഭൂമിയിൽ നിന്ന് പിരിച്ചുവിടുവാനും ഇതൊരു വിഷയമാണ്, അവളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുവാനും അവൻ തയ്യാറായിരുന്നു. ഇത് രണ്ടാമത്തെ വിഷയം. അതിനുശേഷം മടങ്ങി വരികയും അപ്പോൾ ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും വിലപിക്കുകയും ചെയ്തു. 3 കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതുപോലത്തെ ഒരു വിഷയമുണ്ട്, താഴോട്ടുണ്ട്. ഞാനും സംസാരിച്ചു, കുറെ നേരം സംസാരിച്ചു. ഇതെന്താണെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെയാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തണം. തന്റെ സഭയെ ഭൂമിയിൽ നിന്ന് പിരിച്ചുവിടുവാനും. ഇത് നമ്മളെ കുറിച്ചല്ല. യേശു വരുന്ന സമയത്ത് ദൈവജനമാണ് ദൈവത്തിന്റെ സഭയായിട്ട് ദൈവം കണക്കിടുന്നത്. അവരെ ദൈവം ചിതറിക്കുകയാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിച്ച് കളഞ്ഞതിന് ശേഷം അവളെ, ആരെ? സഭയെ. ഒരു പറഞ്ഞിരിക്കുന്ന രീതി, ഭാഷ മനസ്സിലായോ? നിങ്ങൾ ഇവിടെ കാണാതെ ഇപ്പം നീലവരെ കാണുന്നില്ലേ? ഇവിടെ അവളെ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇപ്പുറത്ത് നോക്ക്, സഭയെ. ഇത് രണ്ടും ഒന്നല്ല, അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെ, പക്ഷെ 2 തരത്തിൽപ്പെട്ടതിനെയാണ്. ഇവിടെ സഭയെ എന്ന് പറയുന്നത് യേശു, യോസഫിന്റെ കാര്യത്തെ കുറിച്ചാണ്. പക്ഷെ യേശു വരുന്ന സമയത്തുള്ള യഹൂദന്മാരെ ചിതറിക്കാൻ പോകുന്നു. ഇതാണ് സഭയെ ചിതറിക്കുന്നു. അതിനുശേഷം കോമ, പിന്നെ ഈ അവളെ എന്ന് പറയുന്നത് നമ്മളെ, സഭ, ദൈവജനത്തെ മഹത്വത്തിലേക്ക്, അവരെ മഹത്വത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, നമ്മളെയാണ് മഹത്വത്തിൽ കൊണ്ടുപോകുന്നത്. അവളെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകുവാനും അവൻ തയ്യാറായത്. അപ്പോ ഇവിടം മുതൽ ഇതുവരെ പറയുന്നത് 2 കാര്യമാണ്. ഈ 2 കാര്യത്തിന് ശേഷം, അതിനുശേഷം മടങ്ങി വരികയും, കണ്ടാതെ യഹൂദന്മാരുടെ മുമ്പിൽ വന്നതുപോലെ കർത്താവ് വന്ന് മണവാട്ടിയെ കൊണ്ടുപോയ ശേഷം യഹൂദൻ അപ്പോൾ ഭൂമിയിലെ മടങ്ങി വരുന്നത്, അപ്പോൾ ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും വിലപിക്കുന്നു. ഈ എല്ലാ ഗോത്രവും ആരെ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കില്ലെന്ന് പറഞ്ഞു, കഴിഞ്ഞ ബുധനാഴ്ച പഠിപ്പിച്ചു, ഞാൻ ചോദിച്ചു പോയതാ, പറഞ്ഞതാ. എല്ലാ യഹൂദന്മാർ തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ കർത്താവോടെ പറഞ്ഞത് യഹൂദന്മാർ മാത്രമല്ല, നമ്മൾ ഗോത്രങ്ങളാണ്. അല്ലല്ലോ, നമ്മൾ വിലപിക്കില്ലേ? നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ഗണത്തിലുള്ളവരെ, വിശുദ്ധന്മാരല്ല. വിശുദ്ധന്മാർ പോയി കഴിഞ്ഞിട്ട് അവിടെ 2 പേർ വരികയും അഗ്നി ഇറക്കുകയും മഴ പെയ്യുകയും ആകാശ അടച്ചുകളെയും തീ നമ്മളിവിടെ കാണൂല്ലേ? നോക്ക്, എല്ലാ കണ്ണും കുത്തിത്തുളച്ച് കാണുമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. പിന്നെ എന്തിനാണ് ഈ നെറ്റും ഫോണും ഒക്കെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്? ഒരു കൊറോണ വന്നതിലൂടെ ഭൂമിയിലുള്ള വിദ്യാർത്ഥികളുടെ എല്ലാം കയ്യിൽ കിട്ടി. അപ്പൊ ഏകദേശം എല്ലാ വീടുകളിലും ഫോണായി. ഇന്ന് ഏതൊരു കൂലിപ്പണിക്കാരന്റെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുണ്ട്, ഇല്ലേ? ഇനി ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേർക്കാം. നിങ്ങൾ നമ്മുടെ ഉദ്ദേശമില്ല, ലോകത്ത് എവിടെയെങ്കിലും ആർക്കും ഫോണില്ലെങ്കിൽ വേർച്ചോളാം, അവിടെയൊക്കെ ഫോൺ എത്തും, ഉടനെ തന്നെ വരും. കാര്യം എവര് അവിടെ കുത്തിത്തുളച്ച് 3 ദിവസം അവിടെ കിടക്കുമല്ലോ കൊന്ന്. ഇത് എല്ലാ കണ്ണും കാണുമെന്ന. ഇനി തീരെ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, 3 പേര് മരിച്ചിറങ്ങുന്നത്, എറുമ്പരിച്ച് അല്ലെങ്കിൽ പുഴുവരിക്കുന്ന പോലെ അവസ്ഥയിൽ അവിടെ 72 മണിക്കൂറായി ജീവിക്കും, അവിടെ കിടക്കുന്നു എന്ന് അന്ന് ലൈവായിട്ട് കാണിക്കും. എവർ ആകാശം അടച്ചു കളയുന്നതും ആകാശം തീ ഇറക്കുന്നതും ഈ വലിയ ഇതൊക്കെ കാണുമ്പോ പറയുന്നു, ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും വിലപിക്കുകയും
യഹൂദന്മാർ കൈവിടപ്പെട്ടു പോയവർ മാത്രമല്ല, ഇതിനും കൂടെ ശേഷമേ 144,000 പേര് പോവുള്ളൂ. അന്ന് അത് കാണുമ്പോൾ ഇവിടെ ഇരുന്ന് എളിമ ധരിച്ച് അപമാനം സഹിച്ച് അത്രത്തോളം താഴ്മ ധരിച്ച വ്യക്തി ഇവിടെ ഉണ്ടാവില്ല. നിഗളികളൊന്നും പോകില്ല. എളിമ ധരിച്ച് തങ്ങളെ തന്നെ പേർ വെടക്കുന്നെണ്ണി അത്രത്തോളം ചവിട്ടി തേക്കുന്ന യേശുവിനെ എത്രത്തോളം താഴ്ത്താമോ അവസാനം ഭൂമിയിൽ നിന്ന് കുഴിയെടുത്ത് കുഴിക്കകത്തിട്ട് മൂടി കർത്താവ് ഏറ്റവും മുകളിൽ പോയെങ്കിൽ ഈ നാമം നിമിത്തവും വചനം നിമിത്തവും മെസ്സേജ് നിമിത്തവും ഇവിടെ പറയുന്ന ഉപദേശം നിമിത്തവും നമ്മളെ എന്റെ ബുദ്ധി ചവിട്ടി താഴ്ത്തിയാലും എന്റെ പ്രായം എന്റെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ വീട്ടുകാർ ആര് ചവിട്ടി താഴ്ത്തിയാലും വചനത്തിന്റെ മുമ്പിൽ ആമേൻ പറഞ്ഞുകൊള്ളുക. ആരാക്ഷേപിച്ചാലും വേണ്ടില്ല. ഇനി പോന്ന് കുഴിച്ചു കൂടുന്നു പറഞ്ഞാലും ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിച്ചവർ മരിച്ചാലും ജീവിക്കും. ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ കൂടെ പോകാൻ പറ്റും. അപ്പൊ അന്ന് ഈ രണ്ടുപേർ വന്ന് ചെയ്യുന്ന പ്രവർത്തികളെല്ലാം കാണുമ്പോൾ സകല ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ചയുടെ മുമ്പിലത്തെ ബുധനാഴ്ച നമ്മൾ എടുത്തതാണ്. ഈ ഗോത്രങ്ങൾ മാത്രമല്ല ബാക്കി ശേഷിച്ചിരിക്കുന്ന മനുഷ്യർ, ഇതൊക്കെ അറിയാത്തവരാരുണ്ട്? ബാക്കി ഇപ്പം ഹിന്ദുക്കളായിട്ട് ഇവിടെ ഉള്ളവരും മുസ്ലിംസിന് അറിയില്ല. എങ്കിലും അന്ന് നമ്മൾ പറയും ദേ കർത്താവ് ഒന്ന് ജനത്തെ കൊണ്ടുപോയി. മഹാത്ഭുതം നടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. രണ്ടുപേരും അവിടെ മരിച്ചു കിടക്കുന്നതിന് മുമ്പ് മഹാവീര്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് ലോകത്തെല്ലാവരും ആകും. ഇല്ലേ? ഇതേപോലെ തന്നെ ആ മണ്ണിടിഞ്ഞു പോയപ്പോൾ ലോകത്തെ എല്ലാവരും കണ്ടില്ലേ? ലൈവ് കൊടുത്തില്ല. എത്ര ദിവസം അതിന്റെ പുറകെ നടന്നത്. അപ്പം കുറച്ച് ജനങ്ങളെ കാണാതായി. ഇസ്രായേലിന്റെ പ്രശ്നങ്ങളൊക്കെ വരും. അത് യെരുശലേം ദേവാലയം ഇടിക്കും. 2 ദൂതന്മാർ ഇറങ്ങി വന്ന് മഹാവീര്യ പ്രവൃത്തി കാണുമ്പോൾ ഇത് ജനം കാണാതിരിക്കും. എല്ലാം ലൈവിലായിരിക്കും. വീട്ടിലിരിക്കുന്ന ഫോണിലും എല്ലാം കണ്ട് അപ്പോഴാണ് അവർ എല്ലാം നോക്കി നിൽക്കേ അവർ ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകും. 144 പേരും 144,000 പേരും മരിക്കേണ്ടവരാ, കൊല്ലപ്പെടും. ഇവരും നോക്കി, ഈ ജനം എല്ലാം നോക്കി നിൽക്കേ. പിന്നെ രക്ഷയില്ല കേട്ടോ. ജാതിക്കപ്പഴയില്ല പോയി. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഘട്ടത്തിലുള്ളവർ കണ്ട് വിലപിക്കാം. മുഴുവൻ പേരും വിലപിക്കും. അങ്ങനെ ആകാതിരിക്കാൻ ഇപ്പൊ നമുക്ക് ഒരു സ്പ്രിംഗ് ആണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അതാണ് ദൈവവചനം. ഇത് നിമിത്തം ഞാൻ താഴണം. എനിക്ക് മുകളിലോട്ട് ഒരു സ്പ്രിംഗ് തന്നിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഹലോ, ഒരു സ്പ്രിംഗ്, അതാണ് ദൈവവചനം. എന്നെ മുകളിൽ കൊണ്ടുപോകാനാണെങ്കിൽ സ്പ്രിംഗ് ഇവിടെ ഇരിക്കും. ഞാൻ ഇപ്പുറത്ത് നിന്ന് മുകളിൽ പോകും. ഞാൻ ഇതിന്റെ മുകളിൽ കയറിയിട്ട് എത്രത്തോളം താഴ്ത്തുന്നുവോ അത്രത്തോളം അത് എന്നെ മുകളിൽ കൊണ്ടുപോകും. ഇതാണ് യേശു ക്രിസ്തു. ഈ വചനമാകുന്ന സ്പ്രിംഗ് നിമിത്തം അങ്ങനെ ഇന്ന് വേറൊരു മെസ്സേജാണെന്ന് വിചാരിച്ചത്. പോട്ടെ, എന്റെ ഒരുക്കവും വർത്തമാനവും രീതികൾ ഹൃദയത്തിലൊന്നും പുറമേ ഒന്നും ഒക്കെ കാണിച്ച ഒന്നും പോവില്ല. അതിനകത്ത് പറയുന്നത് ഉടനെ ഇതാ ഇത് കഴിഞ്ഞിട്ടില്ല. അതായത് മെസ്സേജ് പിന്നെ അത് ആത്മീക ഓർമ്മക്കേട്. ആത്മീകമായ കാര്യം ദൈവം നമ്മൾ അറിയിക്കുന്നു. പക്ഷെ തക്ക സമയത്ത് നമ്മളതെല്ലാം മറന്നുപോകും. അങ്ങനെയുള്ളവരാരും പോയിട്ടില്ല. അത് വായിച്ചു നോക്കണം. അതായത് ഉടനെ എടുക്കും. അപ്പൊ ഈ സ്പ്രിങ് ഞാൻ തന്നെ സ്വയം എന്നെ താഴ്ത്തുന്നിടത്തോളം അതെന്നെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇതാണ് യേശു ക്രിസ്തു ചെയ്തത്. ഓക്കെ, അപ്പം എല്ലാവരും വിലപിക്കും. അവർ എന്താണ് ചെയ്തത്? രൂപേനും ബാക്കി എല്ലാവരും കരയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഓ ഇത് അവനാകുന്നു. ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ അകത്തായി കഴിഞ്ഞിരിക്കുന്നു. അവരുടെ വിചാരം കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നത് പണ്ട് യോസഫിനെ കൊന്ന് കുഴിച്ചു മൂടിയല്ലോ, അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി, കൊന്നല്ല കൊന്നു എന്ന് പറഞ്ഞ് കുഴിച്ചു മൂടി എന്റെ പ്രതികാരം തീർക്കാനാണ് കൊണ്ടുവന്നതെന്ന് അവർ വിചാരിക്കുന്നത്. ഞങ്ങൾ അകത്തായി കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ അവൻ നമ്മെ കൊല്ലും. അവൻ പറഞ്ഞു, നിങ്ങൾ ഇതിനായി വ്യസനിക്കരുത്. അതായത് നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോ നമുക്ക് എത്രത്തോളം ദുഃഖം. ഞാൻ കണ്ണീര് കുറച്ചല്ലോ പഴുപ്പ് വന്നു. നിങ്ങൾ എനിക്ക് പെട്ടെന്ന് പാസ് കരഞ്ഞു പോയോ? അങ്ങനെയല്ല. ഇത് കേൾക്കുമ്പോ യേശുവിനെ ഉപദ്രവിച്ച് നിന്ദിച്ച് പരിഹസിച്ച് കൊന്ന ജനം അവന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് കൊന്നു കളഞ്ഞ അതേ വ്യക്തി തന്നെ നിങ്ങൾക്ക് ജീവൻ നൽകാനാണ് ഞാനിവിടെ മുമ്പേ വന്നതെന്ന് പറയുമ്പോ അവരുടെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്ക്. നമുക്ക് വേദനിക്കുന്ന രീതിയിലൊന്ന് പറയാം. എനിക്ക് 5 കോടി രൂപ ലോണുണ്ട്, വീട് ജപ്തിയതായിരിക്കും 5 ലക്ഷം രൂപ. ക്രിസ്തു മരിക്കാനൊക്കെ പോയി. എന്തിനാ? നിവൃത്തിയില്ല, അടയ്ക്കാൻ പറ്റില്ല, നിവൃത്തിയില്ല. അങ്ങനെ ഈ സിസ്റ്റർ ആയിരുന്നല്ലോ, വെറും 5 ലക്ഷം രൂപയാണ്, അടയ്ക്കാൻ നിവൃത്തിയില്ല. ജപ്തി ചെയ്തുകൊണ്ട് പോയാൽ പ്രത്യേകിച്ച് ഈ സിസ്റ്റർ അടങ്ങിയിരിക്കില്ല. സുവിശേഷം പറയുന്നതിലും ബന്ധക്കോസ് പറഞ്ഞ സമയത്തായിരുന്നാലും തത്ത അല്ലേ, തത്ത എന്നാ വിളിക്കുക, എപ്പോഴും പറഞ്ഞു നടക്കും. പ്രാർത്ഥനയ്ക്ക് പോകാനോ സുവിശേഷം പറയാനോ ട്രാക്ടർ കൊടുക്കാൻ എവിടെ എന്തിനെ പറ്റി നടക്കും. ആ വ്യക്തി ഇത്രയും വലിയ ദൈവഭക്തയായിട്ട് ഒരു ജപ്തി വന്നപ്പോഴത്തേക്ക് പോയി ആത്മഹത്യ ചെയ്ത് അവിടെ ഉള്ളവരെന്ന് പറയും.
സിസ്റ്ററും വിചാരിച്ച് എന്നെ എല്ലാവരും അപവാദം പറയണം. ഇപ്പോഴോ അങ്ങ് കീഴിയോടൊരു ചർച്ചയിൽ പോയിരിക്കണം ദൈവസഭ എന്ന് പറഞ്ഞു, ഇവിടെ ഒന്നും ഇല്ലാത്ത പോലെ. അപ്പോ ഒരു പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് ഇത് വന്ന് അറിഞ്ഞിട്ട് ചോദിച്ചിട്ട് അവരുടെ 5 ലക്ഷം രൂപ കൊണ്ട് ബാങ്കിലേക്ക് അടച്ചു വിചാരിക്കുക. അടച്ചു. സിസ്റ്റർ എന്ത് ചെയ്യണം? ആത്മഹത്യ എന്റെ വിഷം ആമേൻ പറഞ്ഞു. അതാണ് ആവശ്യം. ഇത് വെറുതെ പറയല്ല, വിശ്വാസത്താൽ ആമേൻ. അങ്ങനെ ഒരു നോട്ടീസ് വരും, നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്തിരിക്കുന്നു, ഒന്ന് പ്രമാണം വാങ്ങിച്ചോണ്ട് പോ. ജോഷിയുടെ ഉണ്ടെങ്കിൽ അറിയാമോ, ഞങ്ങൾ ഇന്ന് ഹെവൻലി ബിസിനസ് ഇതുപോലെ കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇതെങ്ങനെയാണ് കഴിഞ്ഞത്? ആമേൻ. ഞാനും അങ്ങനെ ആമേൻ ആമേൻ ആമേൻ. ലജ്ജയൊന്നുമില്ല. ഞാനിങ്ങനെ കൈ ഉയർത്തി ഒറ്റയ്ക്ക് ഞാൻ മാത്രമേ കൈ ഉയർത്താറുള്ളൂ. അത് ഏലീശബ്ദം ചോദിച്ചാൽ അറിയാം. 750 കാരണം ദൈവത്തിന്റെ വെളിപ്പാട് പറയുമ്പോൾ വെറുതെ ഒന്നുമല്ല. ആമേൻ ഇങ്ങനെ ചിലപ്പോൾ എഴുന്നേറ്റ് ആമേൻ ഹല്ലേലൂയ ആമേൻ. അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ പ്രാർത്ഥനയെ വിളിച്ച് പറയും, നിങ്ങളുടെ പ്രമാണം വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്ന സഹോദരൻ ആരെങ്കിലും പറയും വിശ്വസിച്ച് ലോൺ ഉള്ളവരും പ്രാർത്ഥന ഏറ്റെടുത്തോന്ന് പറയും. ജാതീയ സഭ ഇരുന്നപ്പോഴാ 2-3 ആഴ്ച കഴിയുമ്പോൾ സാക്ഷ്യം പറയണ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടായിരിക്കും. കള്ളമെന്ന് പറയാൻ പറ്റുമോ? പ്രമാണം എടുത്തോണ്ടാ വരണത്. അപ്പൊ ഈ സിസ്റ്റർ മരിക്കാൻ വിഷമം കൊണ്ട് ഒരു മലയിൽ കയറി നിൽക്കുകയാണ്. ഇനി ഒരു നിവൃത്തിയില്ല, മരണം മാത്രം മുന്നിൽ. അപ്പോഴാണ് ഒരാൾ വിളിക്കുന്നത്, ഇനി വാ സഹോദരി. അപ്പൊ എവര് ജീവിച്ചിരുന്നപ്പോ ഒരു പക്ഷെ എവര് തന്നെ ഉപദ്രവിച്ച, ഇപ്പൊ യേശുവിന്റെ കാര്യം പറയുന്നുണ്ടോ, എവര് തന്നെ അപവാദം പറഞ്ഞ് ഉപദ്രവിച്ച് കളഞ്ഞ ഒരു വ്യക്തിയാണ് എവരുടെ 5 ലക്ഷം രൂപ അടച്ചിട്ട പ്രമാണം കൊണ്ട് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാ സഹോദരി, നിങ്ങൾ മരിക്കാതിരിക്കാൻ ഞാൻ ആ ലോൺ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സഹോദരി എത്രത്തോളം സ്നേഹമായിരിക്കും ആ വ്യക്തിയോട്. അപ്പോഴാണ് ഈ ഹൃദയനിർക്കം. ഞാൻ എന്തുമാത്രം ഉപദ്രവിച്ചു, അവരെ അപമാനം പറഞ്ഞു, പീഡിപ്പിച്ചു, എത്രത്തോളം നിന്ദിച്ചു. കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ കണ്ടിട്ട് ചിരിക്കാതെ പോയി ബഹുമാനം അങ്ങനെ പോയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഒരു നിവൃത്തിയില്ലാത്ത സഹോദരിയാ. 5 കോടിക്ക് മുകളിലാണ് അവർക്ക് 5 ലക്ഷം എന്ന് പറഞ്ഞാൽ. നമുക്കൊക്കെ കിടന്ന് വിറ്റാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അവർക്ക് അതുപോലും കിട്ടൂല. അവരുടെ വീട്ടിൽ നമ്മൾ ആരും വന്നിട്ടുണ്ടോ അവരുടെ വീട്ടില്? ആമേ. അത് ഇവിടെ അല്ല ബ്രദർ, അത് അവിടെ മണ്ണിടിച്ചില്ലേ, അവിടെയാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. വാർത്ത ഞാൻ കേട്ടു. ഓക്കെ. ഇവരുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഒരു താഴോട്ട് ഇറങ്ങി പോകണം. താഴോട്ട് ഇറങ്ങി പോയിട്ട് പിന്നെ കല്ലുകളിൽ സ്റ്റെപ്പ് കയറി ഒരു ഇടുക്ക് വഴിയാ ഒരാളിന് കട്ടിച്ച് പോകാം. അവരുടെ ഭർത്താവിന് കാല് സുഖമല്ല. നമ്മളവിടെ പോയ പാലം ഇതെങ്ങനെ കയറി പോകുന്നു? ഒരു കല്ലിന്റെ മുകളിൽ നിന്ന് വേറൊരു കാലെടുത്ത് വെച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ഏണി കുത്തന ചാരിയാൽ എങ്ങനെ അങ്ങനത്തെ കല്ലണ കയറിയാണ് വീട്ടിൽ പോകാൻ. അത് വിറ്റാൽ പോലും പൈസ കിട്ടില്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരാള് ലോൺ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ വിട്ടു പോകുമോ സഹോദരി? പോവൂ. അങ്ങനെയെങ്കിൽ ഈ യേശു ഭാവിയായിരുന്ന നമ്മളെ, ഇനി നമ്മുടെ കാര്യമോ, നമ്മൾ വിശ്വാസികളാണ്, ദൈവത്തിന്റെ ജനമാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് മരിച്ചുകൊണ്ടിരുന്ന നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഇതെല്ലാം സഹിച്ച ആ യേശു ക്രിസ്തു പറയാണ്, നീ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും. നീ ചെയ്തു കൂട്ടിയ എല്ലാ പാപത്തിന്റെ ശിക്ഷ ഞാൻ ഏറ്റിരിക്കുന്നു. ക്രിക്കറ്റ് ബാറ്റ് പോലത്തെയാണ് ചമ്മട്ടി, അതുകൊണ്ട് അടിയേറ്റ് ശരീരം ഉഴവ് ചാലു പോലെ കീറി. അതായത് നമ്മുടെ പാതാളക്കരണ്ടി പോലത്തെ ഒരു ചങ്ങലയുണ്ട്. ഇതിങ്ങനെ ഈ കൊളുത്ത് ഇങ്ങനെ ശരീരത്തിൽ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും അടിക്കാനായിട്ട് വലിച്ചെടുക്കുമ്പോ ശരീരം പറഞ്ഞു പോലും. ആലോചിച്ച് നോക്കും, പാതാളക്കരണ്ടി ശരീരത്തിൽ പൊത്ത് കയറിയിട്ട് വലിച്ചെടുക്കുമ്പോ മുള്ളുകൾ കൊണ്ട് ഇതുപോലെ അടിയേറ്റ് ഉഴവ് ചാലു പോലെ കീറുമ്പോഴും യേശു എന്നെയാണ് കണ്ടത്, നമ്മളെ ഓരോരുത്തരെയാണ് കണ്ടത്. ആ യേശു എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് ഇതുപോലെ വന്ന് മുന്നിൽ നിൽക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്നുവെങ്കിലാണ് വിശ്വാസി. ആ യേശു എന്നെ സ്വർഗത്ത് കൊണ്ടുപോകാനായിട്ട് ഒരു ഇടുങ്ങിയ വഴി തന്നു, ഒരു വാതിൽ തന്നു. ഉപദേശം കഠിനമാണ്, എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് ഉപദേശം പറഞ്ഞിരിക്കുമ്പോൾ എനിക്കത് പറ്റില്ല, ഞാൻ സഭയിൽ വരില്ല, പാസ്റ്റർ നോക്കിയില്ല, ചിരിച്ചില്ല, വിളിച്ചില്ല, കണ്ടില്ല, അല്ലെങ്കിൽ ആ വിശ്വാസം ഇങ്ങനെ, ഈ വിശ്വാസം ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ആരെ തള്ളുന്നു? പാസ്റ്ററേയും കുടുംബത്തെയും വിശ്വാസം നോക്കിയിട്ടല്ല, ക്രിസ്തുവിനെ തള്ളുന്നു. അപ്പൊ പിന്നെ എന്താ പറയുക, ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കും. സഭ നിർത്തലാക്കിയിട്ടില്ല, സഭയിൽ കൂടി വരണമെന്ന് വചനം പറയുന്നു. എനിക്ക് കണ്ടെത്താൻ പല കാരണങ്ങളുണ്ടാകും. അങ്ങനെയാണ് ഞാൻ വീട്ടിലിരുന്നാലും ദൈവം അത് കാണും. ഇന്ന് നിർത്തലാക്കുമ്പോൾ പിന്നീട് ഞാൻ സഭയിൽ നിങ്ങൾ കേൾക്കണം കേട്ടോ. അത് ആരെങ്കിലും കേട്ടവരൊന്ന് കൈ ഉയർത്താമോ? കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ചോദിക്കണം. ആ ഗ്രൂപ്പിനകത്തുള്ളതിൽ ആരെങ്കിലും കേട്ടോ? ഇല്ല. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഒരു സഭ പുരോഹിതനാണ്, ഒരു ചർച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് പല കാര്യങ്ങൾ അറിയിച്ചാലും ആരും കാണില്ല, കേൾക്കുകയില്ല. നിങ്ങളതൊന്ന് കേൾക്കണം. അതിനകത്ത് പ്രവാചകൻ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഞാൻ ഇന്ന് വീട്ടിലിരുന്ന് അവിടെ അതിൽ പ്രവാചകൻ പറയുന്നത് ചർച്ച നിർത്തും, സഭയുടെ വാതിൽ ആണി അടിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. അതായത് ഇവിടെ ചർച്ചയ്ക്കാറണ്ട, നമ്മൾ ആരാധനയ്ക്കായി മറ്റൊരു സ്ഥലം കണ്ടെത്തും. ദൈവം സംസാരിച്ചിരിക്കുകയാണ്. ചർച്ച് കൂട്ടി, എനിക്ക് ചർച്ചിൽ പോണതേ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ ചർച്ച് കൂട്ടി, ഞാൻ ഇനി വീട്ടിലിരുന്നോളാം, ടേപ്പുണ്ട്, പുസ്തകമുണ്ട്. അതേ കർത്താവ് തന്നെ പറയാണ്, മറ്റൊരു ആരാധനാ സ്ഥലം കണ്ടെത്തും.
അവിടെയും വരും, പ്രശ്നം ഉണ്ടാക്കും, അപ്പോഴും അവിടെയും കൂട്ടും. അങ്ങനെ അങ്ങനെ പിന്നെ വീടുകളിൽ കൂടി വരും, തിരുവത്താഴം കഴിക്കും. ഇതെല്ലാം ചെയ്ത് പിന്നെ ഉപദ്രവം ഉണ്ടാവും. നമ്മൾ അടങ്ങിയിരിക്കുന്നില്ലല്ലോ, പിന്നെ ഉപദ്രവം ഉണ്ടാവും. അപ്പൊ ഇന്ന് ഇങ്ങനെ ചർച്ചിൽ ആരാധനയ്ക്ക് വരണമെന്ന് പറയുമ്പോൾ ഞാനൊന്നും അനുസരിക്കാതെ എനിക്ക് എന്നെ തന്നെ ഞാൻ വിശ്വാസിയാക്കിയിട്ട് ഞാൻ അവിടെ മാറി നിന്നാൽ, നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരെ എല്ലാം കർത്താവ് കൊണ്ടുവന്ന് അവരോട് ഉയർപ്പിച്ച്, പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, അവരെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് ദൈവം അവരോട് ക്ഷമ ചോദിക്കേണ്ടി വരും. അങ്ങ് പർവ്വതത്തിൽ ഒന്ന് കയറാൻ കഴിയില്ലാത്ത കൊച്ചുകുട്ടികളും മന്ദബുദ്ധികളും പ്രായമുള്ളവരും താഴെ ഇപ്പൊ അമ്മ ഇവിടെ ഇരിക്കുന്നത്, അമ്മയ്ക്ക് ആ പർവ്വതത്തിൽ പോയി കയറാൻ പറയാൻ പറ്റുമോ? നമ്മൾ കൊണ്ടുപോകുന്നവർക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും? അതുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന് ഞാൻ ഇന്ന് പള്ളി വരാതെയും മധുരം കേൾക്കാതെയും പ്രാർത്ഥിക്കാതെയും ഇരുന്നിട്ട് ഞാൻ കർത്താവിനോട് ന്യായം പറയുന്നത് പോലെ അവർ ന്യായം പറഞ്ഞാൽ ദൈവം വെച്ചേക്കോ? ഒന്ന് കളത്തില്ലേ എല്ലാറ്റിനെയും? അതായത് ദൈവത്തിന്റെ വചനം ദൈവം നമ്മോട് ഒന്ന് ആവശ്യപ്പെടുന്നുവെങ്കിൽ ദൈവം കടന്നുപോയ അത്രത്തോളം പരീക്ഷകളിൽ കൂടെ കടത്തി വിടാത്ത തരത്തിലുള്ള ശോധനയാണ് നമുക്ക് തന്നിരിക്കുന്നത്, അനുസരണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതൊന്ന് കൃത്യമായിട്ട് അനുസരിച്ച കർത്താവ് കൊണ്ടുപോയിരിക്കും എളിമയിലാണ്. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് നമ്മോട് പറഞ്ഞു, അത് വ്യക്തമായി മനസ്സിലായ പിന്നെ ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ക്രിസ്തേശുവിന്റെ എഴുന്നേൽക്കാം, ക്രിസ്തേശുവിന്റെ ഭാവം തന്നെ എനിക്ക് വരും, ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടായിരിക്കും. പിന്നെ മറ്റുള്ളവർ കാണുമ്പോൾ പറയും, ഇദ്ദേഹം പഴയതുപോലെ അല്ലല്ലോ. അപ്പോൾ ക്രിസ്തുവിനെ എന്നിൽ നിന്ന് വായിച്ചെടുക്കുകയാണ് എന്റെ അനുഭവം, ജീവിതം. അതുകൊണ്ട് ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന അതേ സ്വഭാവമാണ് ഇന്നും ചർച്ചയിലൊക്കെ പഠിപ്പിക്കേണ്ട. ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. കാര്യം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ, പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാ, ഒരു സ്ത്രീക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായി എന്ന് ഒന്ന് വസ്ത്രധാരണെ കുറിച്ചും അനുസരണയെ കുറിച്ച് പറയുമ്പോ, പക്ഷെ ആ സ്ത്രീ എവിടെ വെച്ച് പ്രവാചകനെ കണ്ടെന്നറിയാമോ? ദർശനത്തിലോ സ്വർഗത്ത് വെച്ച് കണ്ടു. ആ സഹോദരി ഓടി വന്ന് പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല സഹോദരി, നിങ്ങൾ ചർച്ചിൽ വചനം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് വിഷമിച്ചത് ഞാനായിരുന്നു. അപ്പൊ അവരങ്ങനെ അല്ലാത്തവർക്ക് വിഷമമുണ്ടായി. പക്ഷെ ഏതോ ഒരു നിമിഷം ഒരു വചനം അവരെ ടച്ച് ചെയ്ത് പിന്നെ അവരങ്ങനെ ആവാൻ ശ്രമിച്ചു. അവരുടെ സ്വർഗത്തിലെ കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നു സഹോദരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്നാനപ്പെടുന്നതിന് മുമ്പ് എല്ലാവരും കണ്ണടച്ചിരിക്കുക. സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള എന്റെ സ്വഭാവം ഇന്നും അത് എന്നെ പിന്തുടരുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയാണോ? അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരമുള്ളതല്ലാത്തതെല്ലാം എന്നിൽ നിന്ന് നീങ്ങി പോകണം. കരങ്ങൾ എന്ന് പറയുക, ഐ സറണ്ടർ. കൈ ഉയർത്തുന്നത് വെറുതെ കൈ ഉയർത്തുന്ന കാര്യമില്ല. നമ്മൾ തിരുവത്താഴ സമയത്തും കൈ ഉയർത്തി പാടുന്നുണ്ട്, അങ്ങനെ കാര്യമില്ല. ഈ കൈ ഉയർത്തുന്നത് ഞാൻ സറണ്ടർ, ഐ സറണ്ടർ ആൾ, ഞാൻ ഏതുമില്ല കർത്താവെ, എനിക്ക് അങ്ങയുടെ ഇഷ്ടപ്രകാരം കണ്ണടച്ചേക്ക്. എല്ലാവരും ദൈവസ്നേഹമുള്ളവർ കണ്ണടയ്ക്കുന്നത് എന്തിനാണെന്ന് ആ ഓഡിയോ പറയുന്നുണ്ട്. ചർച്ചിന്റെ നമ്മുടെ വീട്ടിലുണ്ട്, കേൾക്കുക 2 മണിക്കൂറുണ്ട്. എന്തിനാണ് കണ്ണടയ്ക്കാൻ പറയുന്നത് എന്ന്. കണ്ണ് പക്കാ തുറന്നിരിക്കുന്നവരുണ്ടോ? കരമുയർത്തുമ്പോൾ യേശുവെ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ജീവിച്ച് ജയം പ്രാപിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല കർത്താവേ, എന്നെ സഹായിക്കണമേ, ഞാൻ ഏതുമില്ല എന്നതാണ് കരമുയർത്തുന്നത്. അതായത് ഹൃദയം താഴുന്നു, കരം ഉയരുന്നു. വെറുതെ ഒരു ജഡത്തിന്റെ കൈ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യവും ഇല്ല. ഹൃദയം താഴണം, കരം ഉയർത്തുന്നത് സിമ്പലാകുന്നു. കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന യേശുവേ. വാതിലെടുക്കമുള്ളത് വഴി, ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കം. കർത്താവ് യേശുവേ, വഴി എന്നത് ഉപദേശമാകുന്നു. വാതിൽ ആ പാപമോചന സ്നാനപ്പെട്ട് നമ്മൾ സഭയിലാകുന്നു. കർത്താവ് യേശുവേ, ആ ഉപദേശം ഞെരുക്കവും ഇടുക്കവും ഉള്ളതാണ്. ഞെരുക്കവും ഇടുക്കവുമുള്ള വഴിയിലൂടെ നടന്നു പോയാൽ ശരീരം ഒരയും, മുറിവേൽക്കും, വ്രണമുണ്ടാകും, വേദന ഉണ്ടാകും. അതായത് ഉപദേശം കഠിനമാകുമ്പോൾ അതനുസരിച്ച് വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. എങ്കിലും ആശ്വാസമായി, സുഗന്ധ ലേപനവുമായി, മുറിവിൽ തേക്കാനുള്ള എണ്ണയുമായി, അഭിഷേകവുമായി കർത്താവ് കൂടെയുണ്ട്. ഇതിലും വലിയ വേദന സഹിച്ച് രക്തം തല മുതൽ പാദം വരെ ഒഴുകിയ യേശു പറയുകയാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്നു, വിശ്വസിച്ച് മരിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന ഞാൻ എന്റെ ജീവിത അനുഭവം കണ്ടാണ് നിങ്ങളോട് പറയുന്നത്. സഭാരാധന അലക്ഷ്യമാക്കരുത്. ദൈവവചനം എത്ര കഠിനമായതാണെങ്കിലും വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചു കൊണ്ടാൽ നിങ്ങളെ നോക്കി പരിഹസിക്കുന്നവരുടെ നടുവിൽ ഞാൻ നിങ്ങളെ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും.